So good evening all. MA English second year second paper methods of teaching English book lesson 5 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So yesterday we discussed about the teaching methods, direct method and indirect method. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. Direct and indirect means indirect method is also known as what is it, grammar translation method. And നമ്മൾ indirect method എന്നും പറയും. So direct and indirect method ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Now we are going to discuss about more methods about teaching English. Teaching English in the more method, ഇനിയും കുറെ മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എനിവേ ബിഫോർ ദാറ്റ്, അതിന് മുൻപ് നമുക്ക് അറിയേണ്ടത് the approach and method and technique, skills അല്ലെങ്കിൽ ടാലന്റ്. നമുക്ക് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന സബ്ജക്ട് പഠിപ്പിക്കാൻ വേണ്ട ടെക്നിക്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കിൽസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ how to approach it. അപ്പൊ ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിലാവേണ്ടത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അപ്രോച്ച് ആൻഡ് മെത്തേഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. സോ അപ്രോച്ച് മീൻസ് ഹൗ വി ആർ ഫേസിങ് ഇറ്റ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു, ഹൗ വി ആർ ഹാൻഡിലിങ് ഇറ്റ്. അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യും, നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന വിധം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു രീതി എന്ന് വേണമെങ്കിൽ പറയാം. മെത്തേഡ് മീൻസ് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള, ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങിനെയാണ്, ടീച്ചിങ് മെത്തേഡിനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസും ടെക്നിക്ക്, അതിന് മെത്തേഡ് ആൻഡ് ടെക്നിക്ക് എന്നതുകൊണ്ട് ആ സ്ട്രക്ചർ എന്താണ്, ആ ടെക്നിക്ക് എന്താണെന്നുള്ളതാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇതില് ലാംഗ്വേജ് ഇസ് ടോട്ട് ഡിഫറെന്റ്ലി ബൈ ഡിഫറെന്റ് പീപ്പിൾ ഫോർ ഡിഫറെന്റ് പർപ്പസസ് ഫോളോയിങ് ഡിഫറെന്റ് മെത്തേഡ്സ്. അപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഓരോ ലാംഗ്വേജിന് ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹൗ ടു ടീച്ച് ഇറ്റ്. അതിനെ എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളത്, എങ്ങനെ ടീച്ച് ചെയ്യണമെന്നുള്ളത് ഡിപ്പെൻഡ്സ്. സോ ഡിഫറെന്റ് ആയിട്ട് ടീച്ച് ചെയ്യും. ഡിഫറെന്റ് പീപ്പിൾ ആർ ഡിഫറെന്റ് പർപ്പസസ്. അപ്പോൾ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുന്ന ഡിഫറെന്റ് പീപ്പിൾ ആണ്. ഓരോ സ്ഥലത്തും, ഓരോ ഏരിയയിലും, ഓരോ സ്കൂളിലും കോളേജ് ലെവലും ലെവൽ ഡിഫറെന്റ്, പർപ്പസ് ഡിഫറെന്റ് ആണ്. ചെറിയ കുട്ടികൾക്ക് ബേസിക് നോളജ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓൾറെഡി അറിയുന്നവർക്ക് കുറച്ചും കൂടെ ഫ്ലുവൻസി കൊണ്ടുവരിക, അല്ലെങ്കിൽ ലാംഗ്വേജിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ദോസ് ഹു വാണ്ട് ടു ഗോ ടു ഇംഗ്ലീഷ്, അവർക്ക് ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ പ്രൊനൗൺസിയേഷൻ പഠിപ്പിക്കുക. ഇങ്ങനെ പർപ്പസസ് ആർ ഡിഫറെന്റ്. അങ്ങനെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നവരും ഡിഫറെന്റ് ആണ്, പീപ്പിളിന്റെ പർപ്പസും ഡിഫറെന്റ് ആണ്, പീപ്പിളും ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലാംഗ്വേജസ് പഠിപ്പിക്കുന്നത് തന്നെ. സോ ഇതിൽ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ systematic formulation of principles that can guide language teaching and not just classroom techniques were felt necessary. ഒരു ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡയറക്റ്റ് മെത്തേഡ് എന്നതുകൊണ്ട് സയന്റിഫിക് ആൻഡ് വിഗ്രസ് ബേസിക്സ് ഇൻ ദ ആപ്ലിക്കേഷൻ ലിംഗ്വിസ്റ്റിക് or സൈക്കോളജിക്കൽ തിയറി. അപ്പൊ ഇത് മാത്രം പോരാ, ഒരു ടെക്നിക് തന്നെ, ഒരു സിസ്റ്റമാറ്റിക് ഫോർമുലേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ്, ഇതിന്റെ ഒരു തിയറി തന്നെ വേണം എന്നൊരു കൺസെപ്റ്റിലേക്ക് പിന്നീടാണ് വന്നത്. ആൻഡ് ഒരു ക്ലാസ് റൂം ടെക്നിക്സ്, അത് ക്ലാസ് റൂം ടെക്നിക്സ് എന്ന് പറയുന്നത് ഡയലോഗ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിഫറെന്റ് സിറ്റുവേഷൻസ് കൊടുക്കുക, പ്രസന്റേഷൻസിന് ഡിഫറെന്റ് സിറ്റുവേഷൻസ് കൊടുക്കുക, ഡിഫറെന്റ് തീംസ് കൊടുക്കുക, എഴുതുക, അതിന് ഓരോരുത്തരുടെ മെത്തേഡിൽ എഴുതുക, അതിനെ കറക്റ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും കറക്റ്റ് ചെയ്തിട്ട് ഡിഫറെന്റ് പിന്നെയും പ്രസന്റ് ചെയ്യുക. ഇതൊക്കെയാണ് ക്ലാസ് റൂം ടെക്നിക്സ് എന്ന് നോർമലി യൂസ് ചെയ്യാറുള്ളത്. സോ ഇംഗ്ലീഷ് പോലുള്ള ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ ഫ്രീ ലെവൽ ഡിസ്ക്രിമിനേഷൻ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ആന്റോണി എന്ന് പറയാം, എഡ്വേർഡ്സ് ആന്റോണി. 3 ലെവൽ ഡിസ്ക്രിമിനേഷൻ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ഇതില് 3 ലെവൽ മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് ലെവലില് ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കൊറിലേറ്റീവ് അസംപ്ഷൻ ഡീലിംഗ് വിത്ത് ദ നേച്ചർ ഓഫ് ലാംഗ്വേജ് ആൻഡ് ദ നേച്ചർ ഓഫ് ലാംഗ്വേജ്. വാട്ട് ഈസ് ദറ്റ് ലാംഗ്വേജ്, ആ ലാംഗ്വേജ് എന്താണ്, ദ നേച്ചർ ഓഫ് ലാംഗ്വേജ് ആൻഡ് ടീച്ചിങ്. ലാംഗ്വേജിന്റെ നേച്ചർ എന്താണ്, അതിന്റെ കൺസെപ്റ്റ്. നേച്ചർ എന്ന് പറയുന്നത്, ആ ലാംഗ്വേജിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ഫ്ലോ എങ്ങനെയാണ്, ഇതിന് ഗ്രാമർ ബേസ്ഡ് ആണോ, ഇതിന് ഓൺലി വേർഡ്സ് ത്രൂ ആണോ, ഇങ്ങനെ അതിന്റെ ബേസ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിന് ആ ലാംഗ്വേജിന്റെ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ ഒരു കെമിസ്ട്രി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. Then systematic formulation of principles that can guide language teaching and not just classroom techniques were felt necessary, particularly when a language like English was to be taught all over the world. അപ്പൊ ഇംഗ്ലീഷ് തന്നെ all over the world ഒരു വേൾഡ് വൈഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് റൂം ടെക്നിക്സ് കൊണ്ട് മാത്രം ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നു. Then it is more theoretical and forms the basis of any method to the formulated and approach is axiomatic.
ഇതൊരു ഒരു അപ്രോച്ച് തന്നെ. അതിനെ എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു തിയറിയും സ്ട്രക്ചറൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ഡിഫറൻസിലാണ് ഇത് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക എന്നൊരു കൺസെപ്റ്റിലേക്ക് തന്നെ ഫൈനലി വരികയും ചെയ്യും. ആൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഓവറോൾ പ്ലാൻ ഫോർ ദ ഓർഡർലി പ്രസന്റേഷൻ ഓഫ് ലാംഗ്വേജ് മെറ്റീരിയൽ. മെത്തേഡ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു, സ്ട്രക്ചർ ചെയ്യുക, അതിനെ പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കലി ഗ്രാമറിന്റെ ബേസ് തൊട്ട് ആൽഫബറ്റ്സിന്റെ ഡിവിഷൻ തൊട്ട് കൺസണൻസ് ആൻഡ് വവൽസ് തുടങ്ങിയ ഡിവിഷൻ തൊട്ട് ഡിവിഷൻസിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ആൽഫബറ്റ്സിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയൊക്കെയാണ്, ഓരോ ആൽഫബറ്റ്സിന്റെയും റോൾ എന്താണ്, അതിന്റെ യൂസേജ് എന്തൊക്കെയാണ്, അതിന്റെ ഡിവിഷൻസ്, കൺസണൻസ് ആൻഡ് നെക്സ്റ്റ് സെറ്റിലേക്ക് പോകുമ്പോൾ കൺസണൻസ് ആൻഡ് വോവൽസ് തുടങ്ങിയ സെറ്റിലേക്ക് പോകും, ആ ഡിവിഷനിലേക്ക് പോകും. കൺസണൻസിന്റെ യൂസ് എന്താണ്, വോവൽസിന്റെ യൂസ്, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് പോകുന്നു എന്ന് പറയും. Then second principles of approach on which is a method is more procedural. Within any approach there can be several methods. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രക്ചർ ആണെങ്കിലും അതിനുള്ളിൽ സബ്സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് ഒരു ബേസിക് സ്ട്രക്ചർ മെത്തേഡ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് അപ്രോച്ച് എന്നുള്ളത് നമ്മൾ ഡീൽ ചെയ്യുന്ന വിധം അല്ലെങ്കിൽ അതിനെ ഒരു തിയറി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഡിഫറെന്റ് പീപ്പിൾ ഡിഫറെന്റ് സ്റ്റൈൽസിൽ ഡിഫറെന്റ് ലാംഗ്വേജസ് ഡിഫറെന്റ് മെത്തേഡിൽ പഠിപ്പിക്കുന്നു. അപ്പൊ അവരുടെ പർപ്പസിനനുസരിച്ച് അവരുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് ദി ടീച്ച് ഇംഗ്ലീഷ്. അപ്പൊ ഫസ്റ്റ് ഇസ് ഓവർ. സെക്കൻഡ് വൺ, മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അതിനൊരു തിയറി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഗ്രാമർ തന്നെയാണ്. തിയറി ഉണ്ട്. ആ തിയറി ഉണ്ടെങ്കിൽ പോലും ഫൈനലി വിത്തിൻ എനി അപ്രോച്ച് ക്യാൻ ബി സെവറൽ മെത്തേഡ്സ്. അതിനകത്ത് വീണ്ടും മെത്തേഡ്സ് ഉണ്ട്. ഇനി ഏതൊരു അപ്രോച്ച് എടുത്താലും നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ച അപ്രോച്ച് എന്നൊരു പാർട്ട് എടുത്താലും അതിനകത്ത് ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവരും അപ്രോച്ചിൽ ഹാൻഡിൽ ചെയ്യുന്നവരും പഠിപ്പിക്കുന്നതെന്നാണ്. ദെൻ തേർഡ് പാർട്ട് ഇസ് ഇംപ്ലിമെന്റേഷൻ. ഈ സ്ട്രക്ചറൈസ് ചെയ്തു, സ്ട്രക്ചേഴ്സിന്റെ ഉള്ളിൽ സബ് ഡിവിഷൻസ് ഉണ്ടാവും, സബ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, മെത്തേഡ്സിന് സബ് മെത്തേഡ്സ് ഉണ്ടാവും. അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് പാർട്ട്. ഇറ്റ്സ് ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് മെത്തേഡ് ഇൻ ദ ക്ലാസ് റൂം. ഇറ്റ് ഇസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഡൂയിങ് തിങ്സ് ടു അക്കംപ്ലിഷ് ആൻ ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റീവ്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് അതിനെ പ്രസന്റ് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. സോ അതിനൊരു ഡിഫറെന്റ് ടെക്നിക്സ്. ഇൻ മസ്റ്റ് ബി ഹാർമണി വിത്ത് ആൻ അപ്രോച്ച്. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ വായിച്ചു നോക്കിക്കൊണ്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിനൊരു ക്ലാരിറ്റി ഡിവിഷൻ കിട്ടില്ല. ഈ മെത്തേഡും അപ്രോച്ചും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്രോച്ചില് ഡിഫറെന്റ് പീപ്പിൾ ഡിഫറെന്റ് സ്റ്റൈലിൽ ഹാൻഡിൽ ചെയ്യുന്ന വിധത്തിനെയാണ് മെത്തേഡ് അപ്രോച്ച് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ അപ്രോച്ചിനകത്ത് ഡിഫറെന്റ് മെത്തേഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് പറയുന്ന മെത്തേഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ക്ലാസ് റൂം സ്റ്റൈൽസ്, ക്ലാസ് റൂം ടെക്നിക്സ് തന്നെയാണ് മെത്തേഡ്സിലും അത് തന്നെയാണ് വരുന്നത്. അതിനെ തന്നെയാണ് അപ്രോച്ചിലും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന ഓരോ വിധത്തിലാണ്. മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, കറക്റ്റ് സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനകത്ത് സബ് മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ അപ്രോച്ചിൽ യൂസ് ചെയ്യും. മെത്തേഡ്സിൽ അങ്ങനെയല്ല. അതിന്റെ കറക്റ്റ് മെത്തേഡിൽ ഫുൾ സ്ട്രക്ചറൈസ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് മെത്തേഡ് ടൈപ്പിൽ പഠിപ്പിക്കുകയാണെങ്കിൽ, ടീച്ച് ചെയ്യുകയാണെങ്കിൽ ബേസിക് ഗ്രാമർ തൊട്ട് ഈ പറഞ്ഞ പോലെ കൺസണൻസ് വോവൽസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് അതിന്റെ യൂസേജ് AEIOU A and the ആർട്ടിക്കിൾസ് ഇങ്ങനെ സബ് ഡിവിഷനിലേക്ക് പോയി അതിൽ നിന്ന് മേലെ ഇതൊരു ടെക്നിക്സ്. പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് അവരെ കൊണ്ട് പറയിപ്പിക്കും, എഴുതിപ്പിക്കും, അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആൻസർ പറയും. ഇങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ടും ഇന്റർലിങ്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതിന് ഡെഫിനിഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ബേസിക് അസംഷൻ ആൻഡ് ബിലീവ്സ് അബൌട്ട് ലാംഗ്വേജ് ആൻഡ് ലാംഗ്വേജ് ടീച്ചിങ് ലേണിംഗ്. സോ അപ്രോച്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ബേസിക് അസംഷൻ ആണ്. തിയറി ഇല്ല, അതിനൊരു പ്രാക്ടിക്കൽ റിട്ടൺ തിയറി ഇല്ല. ബേസിക് അസംഷൻ ആണ്. ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നതാണ്. ഇങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. ഇങ്ങനെ പഠിപ്പിച്ചാൽ മനസ്സിലാവും, ഇങ്ങനെ യൂസ് ചെയ്താൽ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, ഇങ്ങനെ ചെയ്താൽ അവരെ കൊണ്ട് പറയിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവും, അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈസി ആയിട്ട്. ഇങ്ങനെ ഒരു അസംഷൻ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിലീഫാണ്. ലാംഗ്വേജ് ടീച്ചിങ്ങിനെ കുറിച്ചുള്ള ഒരു ബിലീഫ് മാത്രമാണ് ഏത് അപ്രോച്ച് എന്ന് പറയുന്നത്. ബട്ട് മെത്തേഡ് ഇസ് എ ലെവൽ അറ്റ് വിച്ച് പ്ലാനിങ് ടേക്സ് പ്ലേസ് ടു പുട്ട് എ തിയറി ഇൻ ടു പ്രാക്ടീസ്. തിയറിറ്റിക്കലി അതിനൊരു സ്ട്രക്ചർ കൊണ്ടുവന്നിട്ട് അതിനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. ടെക്നിക് ഇസ് ദ ലെവൽ അറ്റ് വിച്ച് ദ ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ ഇതിനെ സ്ട്രക്ചറൈസ് ചെയ്യുക. മെത്തേഡ് എന്ന് പറയുന്നത് എഴുതി ഉണ്ടാക്കുക. തിയറി ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അങ്ങനെയാണ് പഠിപ്പിക്കുക, എഴുതി ഉണ്ടാക്കുന്ന സ്ട്രക്ചർ മെത്തേഡിനെയാണ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെയാണ് ടെക്നിക് എന്ന് പറയുന്നത്. 3 ലെവൽസ് എന്താണെന്ന് ഈ ലെസണിലുള്ളത് ക്ലിയർ ആയോ? അപ്രോച്ച്, മെത്തേഡ് ആൻഡ് ടെക്നിക് എന്ന് പറയുന്നത്.
ഈ ഒരൊറ്റ ലൈനിൽ തന്നെ ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ആൻഡ് ഇതിനെയാണ് നമ്മൾ 3-way distinctions എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും ഇതൊക്കെയാണ് ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത്. ഈ 3 മെത്തേഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്രോച്ച് എന്താണ്, മെത്തേഡ് എന്താണ്, ടെക്നിക്ക് എന്താണെന്നുള്ളത്. ഇതൊരു അസംഷൻ ആണ് അപ്രോച്ച് എന്നുള്ളതും, മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ക്ലിയർ പ്ലാനിങ് സ്ട്രക്ചർ ആണെന്നുള്ളതും, ടെക്നിക്ക് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ആണെന്നുള്ള 3 മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കാം. സാലന്റ് ഫീച്ചേഴ്സും പോയിന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്നതിൽ ഓഡിയോ ലിങ്കൽ മെത്തേഡ് ആണ്. മെത്തേഡ്സിലുള്ള ഡിഫറെന്റ് അസംഷനും ഇംപ്ലിമെന്റേഷനും ഇതിന്റെ പാർട്ടാണ്, മെത്തേഡ്സിന്റെ പാർട്ടാണ്. സോ അസംഷനിലൂടെ മെത്തേഡിലേക്ക് തന്നെയാണ് വരിക, എന്നിട്ട് മെത്തേഡിനെ ഇംപ്ലിമെന്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുക. അപ്പൊ ഇത് 3ഉം ഇന്റർലിങ്ക്ഡ് തന്നെയാണ്. ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ടീച്ചിങ് ഒന്നുമല്ല, 3ഉം ഇന്റർലിങ്ക്ഡ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് മെത്തേഡ് തന്നെയാണ്. സോ അതില് ഓഡിയോ ലിങ്ക്വൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ലാംഗ്വേജ് സ്പീച്ച് നോട്ട് റൈറ്റിംഗ്. അപ്പൊ റൈറ്റിംഗ് അല്ല, കേട്ട് മാത്രം പഠിക്കുക. നമ്മൾ മലയാളമൊക്കെ പഠിച്ചതുപോലെ കേട്ട് മാത്രം, നമ്മൾ എവിടെ എഴുതിയല്ല ആദ്യം ഒന്നും മലയാളം പഠിച്ചത്, കേട്ട് തന്നെയാണ് പഠിച്ചത്. അതുപോലെ കേട്ട് പഠിക്കുക. ലാംഗ്വേജ് നേറ്റീവ് സ്പീക്കേഴ്സ് സ്പീക്ക്, നോട്ട് വാട്ട് someone thinks and they ought to speak. അപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്നത് നേറ്റീവ് സ്പീക്കേഴ്സ് എന്താണോ സംസാരിക്കുന്നത്, ദാറ്റ് ഈസ് ദ ലാംഗ്വേജ്. അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അതാണ്. അതിൽ കറക്ഷൻസ് കൊണ്ടുവരാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് റൈറ്റ്സ് ഇല്ല. അപ്പൊ തമിഴ്നാട്ടിൽ പറയുന്നവര് അവരുടെ ഭാഷ പറയുമ്പോൾ അതിൽ അങ്ങനെ ആ വേർഡ് പറയാൻ പാടില്ല എന്ന് പറയാൻ മറ്റൊരു ഭാഷ ഉപയോഗിക്കുന്നവർക്ക് റൈറ്റ്സ് ഇല്ല. മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ കറക്ഷൻസ് കൊണ്ടുവരാൻ മറ്റൊരാൾക്ക് റൈറ്റ്സ് ഇല്ല. അപ്പൊ അതിന് വാട്ട് ഈസ് ദ മീനിങ്? നേറ്റീവ് സ്പീക്കേഴ്സ് എന്താണോ സംസാരിക്കുന്നത് അതിനെയാണ് നമ്മൾ ലാംഗ്വേജ് അല്ലെങ്കിൽ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഡ്യൂട്ടിയാണ് ഇങ്ങനെ ഓട്ടോ സ്പീക്ക്. അവർക്ക് എന്താണോ സംസാരിക്കേണ്ടത് അതിനെ പറയുന്നതല്ല ലാംഗ്വേജ്. ആ നേറ്റീവ് സ്പീക്കേഴ്സ് എന്താണോ പറയുന്നത് അതിനെയാണ് ലാംഗ്വേജ് എന്ന് പറയാ, ആ നാടിന്റെ ലാംഗ്വേജ് എന്ന് പറയാ. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഡിഫറെന്റ് ലാംഗ്വേജസ് ഉണ്ട്, സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്, ഡിഫറൻസ്. നമ്മൾ ഒരേ വേർഡുകൾ തന്നെ കന്നഡത്തിലും തമിഴിലും മലയാളത്തിലും ഒക്കെ ഒരേ വേർഡ് തന്നെ യൂസ് ചെയ്യുന്ന പല വേർഡ്സുകളും ഉണ്ട്, ഡിഫറെന്റ് വേർഡ്സുകൾ യൂസ് ചെയ്യുന്നതും ഉണ്ട്. ഡിഫറെന്റ് സിമിലാരിറ്റീസ് ഒബ്വിയസ്ലി എല്ലാത്തിലും ഉണ്ട്. ദെൻ ലാംഗ്വേജ് ഇസ് എ ബിഹേവിയർ എന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ബിഹേവിയർ ഇസ് എ മാറ്റർ ഓഫ് ഹാബിറ്റ്. നമ്മൾക്കൊക്കെ ഉള്ള ബിഹേവിയർ, നമ്മൾ നടക്കുന്ന വിധം, ഇരിക്കുന്ന വിധം, ചിരിക്കുന്ന വിധം, കരയുന്ന വിധം, ഇതെല്ലാം നമ്മളുടെ ബിഹേവിയേഴ്സ് ആണ്. അപ്പൊ ബിഹേവിയേഴ്സ് ഒക്കെ നമ്മളുടെ ഹാബിറ്റിൽ നിന്നും ഉണ്ടായതാണ്. നമ്മൾ ഹാബിറ്റ് എങ്ങനെയാണ് ചിരിച്ച് ശീലിച്ചത്, വീട്ടിൽ വളരെ ഉറക്കെ ചിരിച്ചാണ് ശീലിച്ചതെങ്കിൽ നമ്മൾ എവിടെയും അങ്ങനെ തന്നെ ചിരിക്കും. വളരെ പതുങ്ങി ചിരിച്ച് ശീലിച്ചെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ. അപ്പൊ നമ്മളുടെ ഹാബിറ്റിൽ നിന്നാണ് നമ്മളുടെ ബിഹേവിയർ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഹാബിറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു ചെറിയ കുട്ടികൾക്ക്? അതുകൊണ്ടാണ് അവർ ചെയ്യുമ്പോൾ അതിൽ കറക്ഷൻസ് ചെറുതിലേ തന്നെ കൊണ്ടുവരണം. ചെറിയ കുട്ടികളിൽ തന്നെ കറക്ഷൻസ് കൊണ്ടുവരണം, എന്നാൽ അത് ഹാബിറ്റായി ബിഹേവിയർ ആയി മാറും. കറക്ഷൻസ് കൊണ്ടുവന്നില്ലെങ്കിൽ ചെറിയ കുട്ടികളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ, തെറ്റായ വിഷയങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഉറക്കെ ചിരിക്കുമ്പോൾ പതുക്കെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പറയും ഇത്ര ഉറക്കെ ചിരിക്കരുത് പെൺകുട്ടികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കറക്ഷൻസ് കൊണ്ടുവരുന്നു. വളരെ ചെറുതിലെ തന്നെ കറക്ഷൻസ് കൊണ്ട് ഇത് ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ വി കനോട്ട് ചേഞ്ച്. അപ്പൊ ഇതുപോലെ ലാംഗ്വേജ് ഈസ് ഓൾസോ ബിഹേവിയർ. നമ്മൾ ചെറുതാവുമ്പോൾ എങ്ങനെയാണോ കേട്ട് പഠിച്ചത് ആ പഠിച്ച ലാംഗ്വേജ് തന്നെ നമ്മളുടെ ഹാബിറ്റായി മാറും. ആ ഹാബിറ്റ് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാംഗ്വേജ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് മാറ്റർ ഓഫ് ഹാബിറ്റ്, ബിഹേവിയർ ആണ്, നമ്മളുടെ ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയർ ആണ്. ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് ഈസ് എ മെക്കാനിക്കൽ സ്കിൽ. അതൊരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു ഇൻബോൺ സ്കിൽ, മെക്കാനിക്കൽ സ്കില്ലാണ്. ആൻഡ് ഇന്റലക്ച്വൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ഇറ്റ്. നമ്മളുടെ ബുദ്ധി അതിലേക്ക് ഇൻവോൾവ് ആവുന്നു. സിൻസ് ലാംഗ്വേജ് ലേണിംഗ് ഈസ് മെക്കാനിക്കൽ, ലിംഗ്വിസ്റ്റിക് ബിഹേവിയർ ക്യാൻ ബി conditioned. So in the teaching, language teacher should follow the stimulus response reinforcement pattern, and language teaching should be controlled, spaced and repetitive. അപ്പോൾ റിപ്പീറ്റേഷൻ കൊടുത്ത് സ്പേസ് കൊടുത്ത് കൺട്രോൾ ചെയ്ത് തന്നെ ലാംഗ്വേജ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അത് ബിഹേവിയർ പിന്നീട് അത് നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ പാർട്ടായി മാറാൻ പോകുന്ന ഒരു വിഷയമാണ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ലാംഗ്വേജ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ടു ബി വെരി കെയർഫുൾ. അവരെ ഹാബിറ്റായി മാറി, അത് പ്രാക്ടീസ് ആയി മാറി, പ്രാക്ടീസ് കൊടുത്ത് ഹാബിറ്റാക്കി മാറി, അത് അവരുടെ ബിഹേവിയർ ആയി മാറും. സോ അവിടെ കൺട്രോൾ കൊടുത്ത്, സ്പേസ് വേണ്ട സ്ഥലത്ത് പോസ് കൊടുത്ത്, വേണ്ട സ്പീഡ് കൊടുത്ത്, വേണ്ട പോസ് കൊടുത്ത്, റിപ്പീറ്റേഷൻ കൊടുത്ത് അവരിലേക്ക് ഇൻവോൾവ് ചെയ്ത് അവരുടെ ഇന്റലക്ച്വലിലേക്ക്, അതായത് വെറുതെ ബൈ ഹാർട്ട് പഠിച്ചു പോകുന്നതല്ലാതെ അവരുടെയും കൂടെ വിസ്ഡം യൂസ് ചെയ്ത് അത് ഉപയോഗിക്കുന്നത് പോലെ അവരിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റണം. ഈ ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്സിന്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിലെ തന്നെ പറഞ്ഞു, ഇത് ഓഡിയോ ആണ്, കേട്ട് മാത്രം പഠിപ്പിക്കുന്നതാണ്. ഓറലി അതുകൊണ്ട് ഓറലി മാത്രം പഠിപ്പിക്കുന്നതാണ്. റിട്ടൺ ഫോമിൽ അതിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ആദ്യമേ പറഞ്ഞു. ദെൻ ആ യൂസ് ഏത് ലാംഗ്വേജ് ആണോ പഠിപ്പിക്കുന്നത്, യു ഷുഡ്
ലാംഗ്വേജ് ടീച്ചിങ്ങിനെ കുറിച്ചുള്ള ഒരു മെയിൻ കൺസെപ്റ്റ് അതാണ്. ഏത് ലാംഗ്വേജ് അല്ല, ഹിന്ദിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഹിന്ദി ഷുഡ് ടീച്ച് ഇൻ ഹിന്ദി ഇറ്റ്സെൽഫ്. ആ ലാംഗ്വേജിൽ തന്നെ അത് പഠിപ്പിക്കണമെന്നാണ് ശരിക്കുള്ള കൺസെപ്റ്റ്. ആൻഡ് സിറ്റുവേഷൻ അനുസരിച്ച് കെൻ ഗീവ് സം പ്രാക്ടീസ്, അല്ലെങ്കിൽ ഡയലോഗ്സോ കോൺടാക്ട്സ് ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സിറ്റുവേഷൻസ് കൊടുത്ത് ഡയലോഗ്സ് ഒക്കെ കൊടുത്ത് അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാവുന്നതാണ്. vocabulary selection is based on the essential service vocabulary. Vocabulary selection, words in the selection എന്ന് പറയുന്നത് is very important. Then grammar structure, ഇതൊക്കെ അതിൽ യൂസ് ചെയ്ത് വേണം. ഓഡിയോ ലിങ്കിലായാലും കേട്ട് തന്നെ കേട്ട് പഠിക്കുമ്പോൾ അത് ഫിക്സ് ആയി പോകും, ഹാബിറ്റ്. ഫോൺ വരുന്നോണ്ടാണ് കേട്ടോ സൗണ്ട് കട്ടാവുന്നത്. Then reading, writing, teacher is the role model for imitation. ചെറിയ കുട്ടികളാണെങ്കിലും ടീച്ചർ is a role model for imitation. Student to student interaction take place in the chain drills. ഇതിൽ ഇപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നൊരു കൺസെപ്റ്റ് എടുത്താൽ തന്നെ അതിൽ ചെയിൻ ഡ്രിൽസ് ഉണ്ട്, മോക്ക് ഡ്രിൽസ് ഉണ്ട്, ഇങ്ങനെ പല കൺസെപ്റ്റുകൾ ഉണ്ട്. സിംഗിൾ ആയിട്ട് പ്രസന്റേഷൻ ഉണ്ട്, ചെയിൻ ഡ്രിൽസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസേഴ്സ് ഉണ്ട്, ഇങ്ങനെ പല കൺസെപ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ മെത്തേഡിലൊക്കെ തന്നെയാണ് ഓഡിയോ ലിങ്ക് എന്ന് പറഞ്ഞാൽ കേട്ട് പഠിക്കാനുള്ളതാണ്. അപ്പൊ മറ്റുള്ളവർക്ക് ഇപ്പൊ ചെയിൻ ഡ്രിൽസ് എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞതിന്റെ കണക്ഷൻ നെക്സ്റ്റ് ആൾ പറയും, അല്ലെങ്കിൽ ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത ആൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, നെക്സ്റ്റ് ആളോട് ചോദിക്കും. ഇത് ചെയിൻ ഡ്രിൽ പോലെ. അപ്പൊ ഇതില് റോൾ ക്ലാസ്സിൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ ആ ടെക്നിക്ക് പഠിപ്പിക്കുമ്പോൾ ആ പറയുന്ന ആൾക്ക് മാത്രമല്ല അവിടെ റോൾ ഉള്ളത്. അവിടെ നമ്മൾ കുട്ടികളെ എടുക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ബാക്കിയുള്ളവരത് നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. ഒരാൾ കഴിഞ്ഞ് അടുത്ത ആളിലേക്ക് ക്വസ്റ്റ്യൻ പോകുമ്പോൾ അവര് കാൽക്കുലേഷൻ ചെയ്യും, അടുത്ത എന്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും ഇന്നാളിൽ നിന്നാണ് എനിക്ക് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് അവർ കാൽക്കുലേഷൻ. അപ്പൊ അവരെന്ത് ചെയ്യും, ബാക്കിയുള്ളവരെ ഒന്നും ശ്രദ്ധിക്കില്ല. എന്റെ ഇതിലേക്ക് വരുന്ന ടേമിൽ എന്താണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അടുത്ത ആളോട് പറയും, എന്നോട് ഇന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു വെക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഡ്രിൽ ചെയിൻ ഡ്രിൽ അല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ഓഡിയൻസ് ആയിട്ട് കേൾക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അവരിലേക്ക് കൂടെ അത് കേട്ട് പഠിക്കാനാണ്. ഓഡിയോയിൽ നിന്നാണ് അവർ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് അതിൽ നിന്ന് ഫൈനൽ അവർ ഓഡിയൻസിലൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഈ തേർഡ് പേഴ്സൺ എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, ഫോർത്ത് പേഴ്സന്റെ ആൻസർ എന്തായിരുന്നു. അപ്പൊ ഓഡിയൻസും അതിൽ ഇൻവോൾവ് ആവും കേട്ട്. ഇങ്ങനെ ഓഡിയോ ലിങ്കിൽ ഡ്രിൽസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ചെയിൻ ഡ്രിൽസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പൊ ഓഡിയോ ലിങ്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ഇതൊക്കെയാണെന്ന് അർത്ഥം. ഓഡിയോ ലിങ്കൽ മെത്തേഡ്സിൽ ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് എന്നർത്ഥം. ടെക്നിക്സിൽ ഇതൊക്കെ പറയുന്നുണ്ട്. ഡയലോഗ് മെമ്മറൈസേഷൻ, റിപ്പീറ്റേഷൻ ഡ്രിൽ, ചെയിൻ ഡ്രിൽ, സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡ്രിൽ, അതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഗ്രാമർ ഗെയിംസ് പോലെ ക്ലാസ്സിനകത്ത് അവർക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഗീവ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോം സെന്റൻസസ്. ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയുന്നതിനേക്കാളും ആൻസർ കൊടുക്കും, അതിന്റെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ പറയും. സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ. So like usually from the dialogue leaving out something and giving a word or phrase as a cue. Cue അടുത്ത ആൾക്ക് ഒരാൾക്ക് പകരം അടുത്ത ആൾ പറയുന്നത് പോലെ ക്യൂവിൽ ഇങ്ങനെ പേര് പറഞ്ഞു. റിപ്പീറ്റേഷൻ ഡ്രില്ല് വീണ്ടും പറയുന്നത്. റിപ്പീറ്റ് ദ ടീച്ചേഴ്സ് മോഡൽ അക്യുറേറ്റ്ലി ആസ് പോസിബിൾ. എത്ര അക്യുറേറ്റ് പറയാൻ പറ്റുമോ അത്രയും വരുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ പല മെത്തേഡ്സിലൂടെയാണ് ഈ ഓഡിയോ ലിങ്കിലൊക്കെ പഠിപ്പിക്കുന്നതെന്നർത്ഥം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീച്ച് ചെയ്യുന്നതെന്നർത്ഥം. ദെൻ ബൈലിംഗ്വൽ മെത്തേഡ്സ് ഉണ്ട്. സ്യൂട്ടബിലിറ്റി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ബൈലിംഗ്വൽ മെത്തേഡ് ആയിരിക്കും കൂടുതൽ യൂസബിൾ, അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിന് കൂടുതൽ കൺവീനിയന്റ് എന്ന് പറയുന്നത് ബൈലിംഗ്വൽ മെത്തേഡ് ആണെന്ന് പറയും. ഇതിൽ amount of time required to learn a language naturally is a necessity larger to our present school curriculum does not allow the time requirement for such a learning process. അപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്കിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിന് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ പോലും, എയ്സിലേക്ക് ഒരു എൻക്വയറി വന്നു വെച്ചാൽ എത്ര ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും? ഒരു 5 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഒരു 1 വീക്ക് കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അതിനൊരു ടൈം ഉണ്ട്. ഇറ്റ് വിൽ ടേക്ക് ടൈം. നിങ്ങൾ എത്ര അവേഴ്സ് കൂടുതൽ ഇരുന്നാലും, ഒരു മോർണിംഗ് ടു ഈവനിങ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടി ഇരുന്നു, ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇരുന്നാൽ പോലും ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ലേൺ വിത്തിൻ 5 days. ഒരു 1 വീക്ക് കഴിഞ്ഞ് എനിക്ക് ഉടനെ ഗൾഫിൽ പോകണം, അമേരിക്കയിലേക്ക് പോകാനുള്ളതാണ്, 1 വീക്ക് കൊണ്ട് എനിക്ക് പഠിച്ചു തീർക്കണം. കൂടുതൽ സമയം എടുത്താൽ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുമോ? ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒബ്വിയസ്ലി ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു 5 days കൊണ്ടോ 1 വീക്ക് കൊണ്ടോ അങ്ങനെ ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്നല്ല ഇനി ലാംഗ്വേജ്, അങ്ങനെ ഒരു 5 days കൊണ്ട് ഒരു ലാംഗ്വേജ് മുഴുവനായിട്ടും പഠിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ഇംപോസിബിൾ. അതിന്റെ ഒരു ബേസിക് നോളേജ് കിട്ടും,
അതിൽ നിന്നൊരു ബേസിക് ഇൻഫർമേഷൻ കിട്ടും, അതിന്റെ വൊക്കാബുലറീസിനെ കുറിച്ചൊക്കെ ഒരു ടച്ച് കിട്ടും എന്നല്ലാതെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നീഡ് പ്രാക്ടീസ് വേണം, മൈൻഡിലേക്ക് അത് ഇൻവോൾവ്മെന്റ് വേണം, ആൻഡ് ഡിഫറെന്റ് ടെക്നിക്സ് അതിൽ യൂസ് ചെയ്യണം. അപ്പൊ മൈൻഡും ടങ്ങും ഒക്കെ അതിനായിട്ട് പ്രിപ്പയർഡ് ആവണം. ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. സോ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പൊ ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് ഈസ് നെസസറി ടുവേർഡ്സ് എ പ്ലേസ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ മദർ ടങ് ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ് എ സെക്കൻഡ് ലാംഗ്വേജ്. അപ്പൊ നമുക്ക് ഏതൊരു നമ്മുടെ മലയാളം അല്ലാതെ വേറെ ഏത് ലാംഗ്വേജ് പഠിക്കുമ്പോഴും ദാറ്റ് ഇസ് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഇനി മറ്റൊരു ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കുക. അപ്പൊ ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് ഇസ് നെസസറി. ആ ആറ്റിറ്റ്യൂഡ് എന്ന വേർഡിൽ ഒരുപാട് മീനിങ് ഉണ്ട്. ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് ഇസ് നെസസറി എന്ന് പറയുന്നതിൽ ഒരുപാട് മീനിങ് ഉണ്ട്. ആൻഡ് ടുവേഴ്സ് ദ പ്ലേസ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് മദർ ടങ് ഇൻ ദ പ്രോസസ്. അപ്പൊ നമ്മളുടെ മദർ ടങ്ങിനോട് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, മദർ ടങ് ഹൗ വി ആർ യൂസിങ് ഇറ്റ്, അതിലുള്ള യൂസേജ് എന്തൊക്കെയാണ്, അതിന്റെ യൂസേജിനുള്ള സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം വി ഷുഡ് ഗോ ഫോർ ദ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇവിടെ ഡോട്ട്സൺ ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറയാം. Then it should be simple and balanced between the spoken and the written words, such as method according to High must overcome the conflict between accuracy and fluency, speed up intercommunication between the teacher and the taught. Intercommunication between the teacher and taught, പഠിപ്പിക്കുന്നതും തമ്മിൽ ഒരു intercommunication, grading, selection, pattern, practice and other features. So സാധാരണ എല്ലാം പഠിപ്പിക്കുന്ന പോലെ ഗ്രേഡും അങ്ങനെ സെലക്ഷൻ പാറ്റേണും സ്ട്രക്ചറൽ അപ്രോച്ചും ഒക്കെ വേണം. സ്ട്രക്ചറൽ അപ്രോച്ച് മീൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ബേസ് ആദ്യം, ഗ്രാമറിന്റെ ബേസ് ആദ്യം, പിന്നീട് ഗ്രാമറിന്റെ ഡീപ്പ്, അടുത്തതിന് നെക്സ്റ്റ് പ്രാക്ടീസ്, ഓരോ സെക്ഷൻ ഗ്രാമറിലും പ്രാക്ടീസ്, ആ ഒരു സ്ട്രക്ചർ അപ്രോച്ച് തന്നെ ഉണ്ടാവണം. ദെൻ സോ ബൈലിംഗ്വൽ മെത്തേഡിൽ മദർ ടങ്ങിലൂടെ ആയിരിക്കും പഠിപ്പിക്കുക. ഓഡിയോ ലിംഗ്വൽ എന്ന് പറയുന്നത് ആ മെത്തേഡിൽ തന്നെ, ആ ലാംഗ്വേജിൽ തന്നെ പഠിപ്പിക്കണം. ബൈലിംഗ്വൽ മെത്തേഡിൽ ഒരേ ഒരു ഡിഫറൻസ് ഉള്ളത് അതാണ്, നമ്മൾ മദർ ടങ്ങിലൂടെ. അപ്പൊ മദർ ടങ്ങിലൂടെ പഠിപ്പിക്കുമ്പോൾ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഒരു സെപ്പറേറ്റ് ആറ്റിറ്റ്യൂഡ് വേണോ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണോ എന്ന് പറയാൻ കാരണം. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമ്മളുടെ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഒക്കെ നമ്മളെ ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ, മലയാളത്തിൽ ഇല്ല. നല്ല ഉച്ച സമയം അങ്ങനെ ഒരു വേർഡ് മലയാളത്തിൽ ഇല്ല. ഗുഡ് ആഫ്റ്റർനൂൺ ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ ഹൗ വി യൂസ് ഇറ്റ്, എങ്ങനെയാണ് അതിൽ ടെക്നിക്സ് ചെയ്യുക, അപ്പൊ അതിന്റെ സിറ്റുവേഷൻസ് നമുക്ക് ലാംഗ്വേജിന്റെ ഡിഫറൻസ് ഇൻക്ലൂഡിങ് വി ഹാവ് ടു ടീച്ച്. ഇങ്ങനെ ബേസിക്. അപ്പൊ അതിന് മലയാളത്തിൽ എന്താ പറയാ, ഇംഗ്ലീഷ് ടീച്ചർ ആണെന്ന് പറയുമ്പോൾ തന്നെ പറയും ഗ്ലാസ്സിൽ ഉടച്ച് പൊട്ടിച്ചു, ഇത് എങ്ങനെ പറയും, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചോദിക്കും, പല ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ബൈലിംഗ്വൽ മെത്തേഡിൽ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒബ്ജക്ഷൻസ് അല്ലെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പൊ ബൈലിംഗ്വൽ മെത്തേഡിൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എക്സ്പ്ലനേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ആ ലാംഗ്വേജിന്റെ തനിമ, ആ ലാംഗ്വേജിന്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കളയാൻ പറ്റില്ല. ആ ലാംഗ്വേജിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ അതൊക്കെ അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വേണം പറയാൻ. Then only the teacher is to use the mother tongue. അവിടെ അതാണ് ഇമ്പോർട്ടൻസ്. ടീച്ചർ മാത്രമാണ് മദർ ടങ് യൂസ് ചെയ്യുള്ളൂ ഫോർ ദ വേർഡ്സ് ആൻഡ് സെന്റൻസസ് ദാറ്റ് ആർ ബീയിങ് ലേൺഡ് ആൻഡ് ഫോർ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ. ക്ലാസ് റൂം ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടും പഠിപ്പിക്കുന്ന പുതിയ വേർഡിന്റെയും ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടും മാത്രം ടീച്ചർ മാത്രമാണ് മദർ ടങ് യൂസ് ചെയ്യുക. ആര് കേട്ട് പഠിക്കുന്നവര് they have to speak in that language. ഏത് ലാംഗ്വേജ് ആണോ പഠിക്കുന്നത് ആ ലാംഗ്വേജ് തന്നെ അവിടെ യൂസ് ചെയ്യണം. Then അതും പറയുന്നുണ്ട്, ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമേ മദർ ടങ്ങിലെ ടീച്ചേഴ്സ് യൂസ് ചെയ്യുള്ളൂ. ദെൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇറ്റ് വിൽ ടേൺ ടു ദ സെയിം ലാംഗ്വേജിലേക്ക് തന്നെ മാറും എന്ന് പിന്നീട് പറയുന്നുണ്ട്. ആൻഡ് പിന്നെ അതിലൊരു ബൈലിംഗ്വൽ ഫ്രെയിംവർക്സ് കണ്ടക്ടഡ് ടു CEF ഹൈദരാബാദ് റിസൾട്ട് ഷോഡ് ബൈലിംഗ്. അതിൽ പിന്നെ പറയുന്നത് ഓൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഇൻഡയറക്ട് മെത്തേഡ്. നമ്മൾ നേരത്തെ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് പഠിച്ചില്ല, അതിനാണ് ഇൻഡയറക്ട് മെത്തേഡ് എന്ന് പറയാം. Drawbacks and difficulties like accuracy in translating words and expressions and other problems connected with association between thought and expression. നമ്മൾ അതിന് മനസ്സിലാക്കുന്നതും നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതും അത് എക്സ്പ്രസ് ചെയ്യുന്നതും. പലരുടെയും എക്സാം ഷീറ്റ്സ് വായിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റോറിയും കൺസെപ്റ്റും മനസ്സിൽ വിചാരിച്ചത് കൺസെപ്റ്റ് എന്താണെന്ന് എഴുതിയ സെന്റൻസിലൂടെ അല്ല മനസ്സിലാക്കുക. പലപ്പോഴും ആ വേർഡുകളൊക്കെ അവിടെ പ്രസന്റ് ആയിരിക്കും. ആ എഴുതിയ കൺസെപ്റ്റിൽ നമ്മൾ ഒരു ആൻസർ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ ചില ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ വായിച്ചു കഴിഞ്ഞാൽ ആ ആൻസറിൽ ആ പറയാൻ മനസ്സിൽ ഉദ്ദേശിച്ച വിഷയങ്ങളുടെ പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ സെന്റൻസ് അതൊന്നും ആയിരിക്കില്ല, എക്സ്പ്രസ് ചെയ്യുന്ന സെന്റൻസ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. അത് ആ ലാംഗ്വേജ് പഠിച്ചതിന്റെ വ്യത്യാസമാണ്, അല്ല ഡിഫറൻസസ് ആണ്. ആ ലാംഗ്വേജ് പഠിക്കുക എന്ന് വെച്ചാൽ
നമ്മൾ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതിനെ എന്താണോ നമ്മൾ വാട്ട് വി ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ് അതിനെ നമ്മൾ എങ്ങനെയാണോ മൈൻഡ് ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യാനും പറ്റണം. അപ്പൊ അപ്പോഴേ ഒരു ലാംഗ്വേജ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ, ലാംഗ്വേജ് ലേണിംഗ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. There is no evidence that explanations given in English alone produce accurate perception in the mind of the learner. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ആ മെത്തേഡിൽ അതേ ലാംഗ്വേജിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ലേണർക്ക് ഒരു കറക്റ്റ് ഇതിൽ അക്യുറസിയിൽ എത്തണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ബെറ്റർ ടു ട്രാൻസ്ലേറ്റ് ആസ് ആൻ അഡീഷണൽ സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് മിസ്കൺസെപ്ഷൻ. മോർ ഓവർ ട്രാൻസ്ലേഷൻ അപ്പോൾ മിസ്കൺസെപ്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് ഒരു മിയർ ട്രാൻസ്ലേഷൻസ് മാത്രമാവാതെ സെയിം ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യാതെ അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് തന്നെ. മോസ്റ്റ് ടീച്ചേഴ്സ് ഓഫ് ഇന്ത്യ യൂസ് ഓൺലി ബൈലിംഗ്വൽ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ആൻഡ് അതർ സബ്ജക്ട്സ് ഇൻ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് സ്കൂളിൽ പോലും ആ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ പറയുന്നത് സ്ട്രക്ചറൽ സിലബസും ഫങ്ഷണൽ സിലബസിനെ കുറിച്ച്. അപ്പൊ ഈ മെത്തേഡ്സിനെ കുറിച്ചുള്ള ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ മെത്തേഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ച് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് അല്ലാതെ ബൈലിംഗ്വൽ മെത്തേഡ്, ഓഡിയോ ലിംഗ്വൽ മെത്തേഡും ബൈലിംഗ്വൽ മെത്തേഡ് എന്ന 2 എക്സ്ട്രാ മെത്തേഡ്സിനെ കുറിച്ചാണ് ഈ ലെസണിൽ പറഞ്ഞത്. ഇനി പറയുന്നത് സ്ട്രക്ചറൽ സിലബസ് ആൻഡ് ഫങ്ഷണൽ സിലബസിനെ കുറിച്ചാണ്. സ്ട്രക്ചറൽ സിലബസ് എന്ന് പറയുന്നത് ബേസിക് ഗ്രാമർ, നേരത്തെ പറഞ്ഞു സ്ട്രക്ചറൈസ്ഡ്, അതിനെ ഒരു ബേസിക് ഫോർമാലിറ്റിയിൽ കൊണ്ടുവന്നിട്ട് അതിനെ ഒരു ഓർഡറിൽ കൊണ്ടുവന്നിട്ട് പഠിപ്പിക്കുന്നതിനാണ് സ്ട്രക്ചറൽ സിലബസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസും ടീച്ചിങ് മെത്തേഡ്, ദിസ് ഇസ് എ ബുക്ക്, ഇങ്ങനെ സ്ട്രക്ചർ ബൈ സ്ട്രക്ചർ, ദീസ് ആർ ബുക്സ്, ഇതൊരു മെത്തേഡാണ്. ദിസ് ഇസ് എ ബുക്ക് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ദിസ് എന്ന് കാണിക്കുന്നത് 1 സിംഗിളിനെയാണ്. ദീസ് എന്ന് പറയുന്നത് അടുത്തിരിക്കുന്ന കുറെ സാധനങ്ങളെ കുറിക്കാനാണ് ദീസ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ദോസ് എന്ന് പറയുന്നത് ദൂരത്തിരിക്കുന്ന കുറെ സാധനങ്ങൾ, ദാറ്റ് എന്ന് പറയുന്നത് ദൂരത്തിരിക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചും അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ മെത്തേഡ് എന്ന് പറയുക. ഫങ്ഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് course centered, used function to which language is put. For example, lesson can be planned requesting in ഒരു ലെസൺ പ്ലാൻ ചെയ്യാം. അതായത് ഇതിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, സിംഗുലർ, പ്ലൂറൽ, പിന്നീട് ബേസിക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ കഴിഞ്ഞ് എന്താ പറയാ ആർട്ടിക്കിൾസ്, പാർട്സ് ഓഫ് സ്പീച്ച്, ഇങ്ങനെ അങ്ങനെ ഒരു സ്ട്രക്ചർ ബേസ്ഡ് ഇങ്ങനെ പോകും. അതിങ്ങനെ ടെൻസിലേക്ക് പോവും, പ്രിപ്പോസിഷനിലേക്ക്, പാർട്സ് ഓഫ് സ്പീച്ചിന്റെ എല്ലാ പാർട്സും 8 ഇതും കഴിയുമ്പോഴേക്കും പ്രിപ്പോസിഷൻ, ഇതെല്ലാ പാർട്ടും കഴിയുമ്പോഴേക്കും ആ ഒരു സ്പീച്ചിന്റെ എല്ലാ പാർട്ടുകളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾസിന്റെ ഇൻട്രൊഡക്ഷൻ പറയും, പിന്നീട് ഡു ഫോർമേഷനെ കുറിച്ച് പറയും. ഇങ്ങനെ അതിന്റെ ഒരു സ്ട്രക്ചർ ബേസ്ഡ് ഉണ്ട്. ഫങ്ഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ലെസൺ ഷുഡ് ബി പ്ലാൻ, ഈച്ച് ആൻഡ് എവറി ലെസൺ ഷുഡ് ബി പ്ലാൻ ഓൺ എ ബേസിക് തീം. ഇപ്പൊ ഇത് റിക്വസ്റ്റിനെ കുറിച്ചാണ് ആ ലെസണിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗ്സും എല്ലാ കാര്യങ്ങളും റിക്വസ്റ്റ് ഫോമിനെ കുറിച്ചായിരിക്കും. അപ്പോളജീസ് കുറിച്ചാണെങ്കിൽ അപ്പോളജൈസേഷനെ കുറിച്ചായിരിക്കും. എക്സ്പ്രഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനെ ഓരോ ലെസൺ ഒരു തീമിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഫങ്ഷണൽ മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ use of language is guided by the theme and content of the lesson, that is called a national functional syllabus. അപ്പോൾ ഇങ്ങനെ 2 മെത്തേഡ്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ മെത്തേഡ് അല്ലെങ്കിൽ ഫങ്ഷണൽ മെത്തേഡ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഗ്രാമർ, ഫങ്ഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ലെസൺ ഒരു പാർട്ട് തീം ബേസ്ഡ് ഓൺ തീംസ്, സെപ്പറേറ്റ് തീംസിനെ ബേസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ സീക്കിംഗ്, ഇൻഫർമേഷൻ ആസ്കിംഗ്, ഡിസ്ക്രൈബിംഗ്, നറേറ്റിംഗ്, ഐഡന്റിഫൈങ്, റിപ്പോർട്ടിംഗ്, കറക്റ്റിംഗ്. ഈ തീംസിൽ എന്തൊക്കെ വരുമെന്ന് ചോദിച്ചാൽ സീക്കിംഗ് ഇൻഫർമേഷൻ, എന്തെങ്കിലും ഇൻഫർമേഷനെ വഴി അറിയാൻ വേണ്ടി എങ്ങനെയൊക്കെ ഒരു ലെസൺ മുഴുവൻ അതായിരിക്കും. ആസ്കിംഗ്, ഡിസ്ക്രൈബിംഗ്, അപ്പോൾ ഒരു ലെസണിൽ മുഴുവൻ ഒരാൾ വഴി ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നായിരിക്കും. ഡിസ്ക്രൈബിംഗ് ആയിരിക്കും. നറേറ്റിംഗ് ആയിരിക്കും, മറ്റൊരാളുടെ സ്റ്റോറിയെ പറയുന്നത്. ഐഡന്റിഫൈ, കണ്ടുപിടിക്കും, കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കുന്നതായിരിക്കും. റിപ്പോർട്ടിംഗ്, ഇങ്ങനെ പല മെത്തേഡ്സും ഈ ഫങ്ഷണൽ മെത്തേഡ്സിൽ യൂസ് ചെയ്യുമെന്ന് അർത്ഥം. ദെൻ ഫങ്ഷണൽ സിലബസിൽ മോർ ഇന്ററാക്റ്റീവ് ആയിരിക്കും. സ്ട്രക്ചറൽ സിലബസിൽ ടീച്ചർ ബേസ്ഡ് തിയറി ബേസ്ഡ്, ടീച്ചർ കോൺസെൻട്രേറ്റഡ് ക്ലാസ്സസ് ആയിരിക്കും. ടീച്ചർ ആയിരിക്കും കൂടുതൽ പറയാനുണ്ടാവുക, ഗ്രാമറ്റിക്കൽ യൂസസ് ഒക്കെ. ഫങ്ഷണൽ ബേസ് ആകുമ്പോൾ ക്ലാസ്സിലെ എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരുപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ദേ ഓൾ ടുഗദർ വിൽ ലേൺ. ഇതാണ് രണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഓഡിയോ ലിംഗ്വൽ മെത്തേഡും CLT തമ്മിൽ, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇനി കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഓഡിയോ ലിംഗ്വൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിനെ കുറിച്ച് അങ്ങനെ ഒരു ക്ലിയർ ഡിഫറൻസ് അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നതെങ്കിലും ഗ്രാമറ്റിക്കൽ റൂൾ ഓഫ് യൂസേജ് enables users to construct correct sentences and the use of ഗ്രാമർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു സെന്റൻസിന്റെ കറക്റ്റ് ഫോർമേഷൻ, കറക്റ്റ് യൂസേജ്,
പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമർ പഠിക്കുന്നത്. ബി ക്വയറ്റ് may convey suggestion, command or request. On the other hand, two different sentences, why don't you keep quiet and keep quiet may convey a request. അതായത് why don't you keep quiet എന്ന് ചോദിക്കുമ്പോൾ എന്താ ഒന്നും മിണ്ടാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നതും keep quiet എന്ന് പറയുന്നത് ഒരു ഓർഡർ ആണ്. why don't you ഒന്നും മിണ്ടാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നതും why don't you keep quiet ന്റെ ടോൺ മാറിയാലും സിറ്റുവേഷൻ മാറും. keep quiet എന്നുള്ളത് ഓർഡർ, പ്ലീസ് keep quiet എന്ന് പറയുന്നത് റിക്വസ്റ്റ് ആണ്. ഇങ്ങനെ അതില് ഫോർമേഷൻസ് ഡിഫറെന്റ് ഫോംസ് ഒരേ സെന്റൻസിനെ തന്നെ എങ്ങനെ മാറ്റി ഉപയോഗിക്കുക, എക്സ്പ്രഷൻസ് എങ്ങനെ സിറ്റ് ഡൗൺ, ഹാവ് എ നൈസ് ടൈം, ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതില് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ സ്ട്രക്ചർ ഫോം ഉണ്ടാവും, ഇതിൽ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് മീനിങ് ഇസ് പാരമൗണ്ട്, സിറ്റുവേഷൻ അനുസരിച്ച് മീനിങ് ചേഞ്ച് ആവും. ഇതിലൊരു സ്ട്രക്ചർ ബേസ്ഡ് തിയറി ആയതുകൊണ്ട് ആ മെത്തേഡിലൂടെ തന്നെ പഠിക്കുക. സിംഗുലർ കഴിഞ്ഞ് പ്ലൂറൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെത്തേഡിലേക്ക് തന്നെ പഠിച്ചു പോവുക. ഇത് അങ്ങനെയല്ല, സിറ്റുവേഷൻ അനുസരിച്ച് കോണ്ടെക്സ്റ്റിനനുസരിച്ച് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നു. ഓഡിയോ ലിങ്കിൽ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നു. ലാംഗ്വേജ് ടീച്ചിങ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. പഠിച്ചിട്ട് ആഫ്റ്റർ എഫക്റ്റും അത് പഠിക്കാൻ വേണ്ടി തന്നെ സംസാരിച്ച് പഠിക്കുക എന്നുള്ളത്, അതിൽ കറക്ഷൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ കമ്മ്യൂണിക്കേറ്റീവ് ആക്ടിവിറ്റീസ് ഒക്കെ ലേറ്റ് ആയിട്ടേ വരുള്ളൂ. ഡ്രിൽസും ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൽ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ അറ്റംപ്റ്റ്സ് എടുക്കുകയാണ്, ട്രൈ ചെയ്ത് നോക്കുകയാണ് കറക്ഷൻസ് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അതിനൊരു ജഡ്ജ്മെന്റ് ഇതിൽ ലേറ്റ് ആയിട്ട് ചെയ്താൽ മതി, ഇതിൽ ഫസ്റ്റിൽ തന്നെ ജഡ്ജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ കുറെ ഡിഫറൻസസ് പറഞ്ഞിട്ടുണ്ട്. Translation is forbidden at early levels. Translation may be used where students need or benefit from it. അപ്പൊ ഇവിടെ ട്രാൻസ്ലേഷന് ഫസ്റ്റ് മെത്തേഡിൽ ഓഡിയോ ലിംഗ്വൽ മെത്തേഡിൽ ട്രാൻസ്ലേഷൻ ഫോർബിഡൻ ആണ്. അതിന് കറക്റ്റ് യൂസേജ് മനസ്സിലാവണമെന്നില്ല. ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇപ്പൊ ദീസ് ആർ ബുക്സ് എന്ന് പറയുമ്പോൾ ദീസ് എന്ന പോയിന്റ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ കുറെ നമ്പേഴ്സിനെ കുറിക്കാനാണ് ദീസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നതെന്ന് പഠിപ്പിക്കും. ആർ അവിടെ എന്തുകൊണ്ട് വന്നു എന്ന് പഠിപ്പിക്കണമെങ്കിൽ ടെൻസ് പഠിക്കണം ആണല്ലോ. ദീസ് ആർ ബുക്സ്, ദിസ് ഇസ് എ ബുക്ക് എന്ന് പഠിപ്പിക്കുമ്പോൾ ദിസും ദീസും ദാറ്റുമാണ് നമ്മളുടെ ഗ്രാമറിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ ദിസും ദാറ്റിന്റെ മീനിങ് പഠിപ്പിക്കുമ്പോൾ അതിന്റെ അടുത്ത് ദിസ് ഇസ് എ ബുക്ക്, ദീസ് ആർ ബുക്സ്, ആർ അവിടെ എന്തിനു വന്നു, ദിസ് ഇസ് എ ബുക്ക് എന്നത് അവിടെ എന്തിനു വന്നു എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്തിന്റെ കൂടെ പറഞ്ഞു കൊടുക്കണം, ടെൻസ് എടുക്കണം, ടെൻസിന്റെ യൂസേജ് എടുക്കണം. വേണ്ട ടെൻസിന് സിംഗുലർ ആണെങ്കിൽ ഈസും പ്ലൂറൽ ആണെങ്കിൽ ആറും വരും. എ എന്നുള്ളത് എവിടെ വരും, ആർട്ടിക്കിൾസ് പഠിപ്പിക്കുമ്പോഴാണ് എയും അതിന്റെ യൂസ്, വണ്ണിന് പകരം എ എന്ന് യൂസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അടുത്തടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഒരു ലെവലിൽ തന്നെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, എല്ലാം പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഫൈനലി ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് തെറ്റിപ്പോകും. ഇത് ഒരു ബുക്കാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് കുറെ ബുക്കാണെന്ന് മറഞ്ഞു. അപ്പൊ ഇത് കുറെ എന്നുള്ള മീനിങ് മാത്രമേ പറയുള്ളൂ. ട്രാൻസ്ലേഷനിൽ കുറെ കറക്ഷൻസ് വരാം, മറ്റേതിൽ അതല്ല. സ്റ്റുഡൻസിന് എവിടെയാണോ വേണ്ടത്, കറക്ഷൻസും അറ്റംപ്റ്റ്സ് അല്ലേ, ആദ്യമേ തന്നെ അറ്റംപ്റ്റ്സ് അല്ലേ, അപ്പൊ സ്റ്റുഡൻസിന് എവിടെയാണോ വേണ്ടത് അവിടെയൊക്കെ കറക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ കുറെ ഡിഫറൻസസ് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഒരു ക്വസ്റ്റ്യൻ മേ ബി വരാം. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചിലപ്പോൾ ചോദിക്കാം. ഓഡിയോ ലിങ്കിലും അപ്പൊ ഇതിന്റെ ഫുൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ലാംഗ്വേജ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങില് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്താണ്, ഓഡിയോ ലിംഗ്വൽ ബൈലിംഗ്വൽ മെത്തേഡ്സ് എന്താണ്, അതിൽ ഓഡിയോ ലിംഗ്വൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എന്നുള്ളത് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്, സിമിലാരിറ്റി എന്താണ്, ആൻഡ് ദെൻ ഫൈനലി ഓൾ ദീസ് പോയിന്റ്സ്. ഒരു ഇൻട്രൊഡക്ഷൻ രണ്ട് ലൈൻ കൊടുത്തിട്ട് വേണം ഈ ഒരു പോയിന്റ്സിലേക്ക് വരാൻ. ഇതില് ഇനിയും എക്സാമ്പിൾസ് എത്ര 22 എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ടീച്ചർ is expected to specify the language that students are to use. Teacher cannot know exactly what language students will use. ഇതില് ടീച്ചറിന് തന്നെ എക്സ്പെക്ട് ചെയ്യാം ഓഡിയോ ലിംഗ്വലിൽ എങ്ങനെ സ്ട്രക്ചർ ബേസ്ഡ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ ഇങ്ങനെ പറയും എന്നുള്ളത് ടീച്ചർക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യും. അത് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ പറയുന്നത് വരെ they can give practice. ഇവിടെ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ അവരെങ്ങനെ അതിനെ പ്രസന്റ് ചെയ്യുന്നു, ഓരോരുത്തരും എങ്ങനെ അതിനെ എടുക്കും, ഏത് അപ്രോച്ചിൽ എടുക്കും എന്ന് നമുക്ക് നേരത്തെ ഗസ് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരുടെയും പ്രസന്റേഷൻ ലെവൽ ഡിഫറെന്റ് ആയിരിക്കും എന്നർത്ഥം. ഇങ്ങനെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരും. ഇതിൽ ഈ CLT യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, ഗെയിംസ്, റോൾ പ്ലേസ്, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെ ആക്ടിവിറ്റീസ്. കമ്മ്യൂണിക്കേറ്റീവ് CLT എന്താ മെറ്റീരിയൽസും ടെക്നിക്സും സാധാരണയായിട്ട് യൂസ് ചെയ്യുക, ഗ്രാമറിന്റെ ഒരു ബേസ് കൊടുത്തിട്ട്, അതിലും ഗ്രാമറിന്റെ ഒരു ബേസ് കൊടുക്കും, ഗ്രാമറിന്റെ ഒരു ബേസ് കൊടുത്തിട്ട് എല്ലാ ആക്ടിവിറ്റീസ് ത്രൂ അവർക്ക് ഇങ്ങനെ ഓരോ ദിവസം വരുമ്പോൾ ഡിഫറെന്റ് സിറ്റുവേഷൻസ് കൊടുക്കുക.
ഇന്ന് ഷോപ്പ് കീപ്പറും ബയറും ആണ്, ഇന്നൊരു ഓഫീസ് മാനേജ്മെന്റ് ആണ്, ഇന്നൊരു ടെമ്പിൾ അറ്റ്മോസ്ഫിയർ ആണ്, ഇവിടെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ടെമ്പിൾ ആണെങ്കിൽ അവിടെ എങ്ങനെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുക. അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ ലെവലിൽ അവർക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഷോപ്പ് കീപ്പർ ആകുമ്പോൾ അവിടെയുള്ള പ്രൊവിഷൻസിന്റെ പേരുകൾ ഇതൊക്കെ പഠിച്ചിരിക്കണം, അതിന്റെ യൂസേജ് ഉണ്ട്. ഇപ്പോൾ ഫ്രൂട്ട് ഷോപ്പ് ആണെങ്കിൽ ഫ്രൂട്ട്സിലുള്ള പേരുകൾ, എല്ലാ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ എല്ലാ നെയിംസ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ അറിയും, അതിനപ്പുറമുള്ള ഈ വെജിറ്റബിൾസ് എന്തൊക്കെ, ഇങ്ങനെ ഓരോന്നിനും കൺസേൺഡ് ആയിട്ട്, ടെമ്പിൾ ആണെങ്കിൽ ടെമ്പിളിനോട് കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ഡിഫറെന്റ് സിറ്റുവേഷൻസ് കൊടുക്കാം. പിന്നെ പറയുന്നത് ലെറ്റർ ചെയിൻസ്. ലെറ്റർ ചെയിൻസ് പറയുന്നത് ലാസ്റ്റ് ലെറ്റർ ഓഫ് എ ഗിവൺ വേർഡ്, ഗിവ് അനദർ വേർഡ് സ്റ്റാർട്ടിംഗ് വിത്ത് ദ സെയിം. അത് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാനാണ് സാധാരണ ലെറ്റർ ചെയിൻസ് കൊടുക്കുക. ഒരു വേർഡിന്റെ ലാസ്റ്റ് ലെറ്ററിൽ നിന്ന് അടുത്ത വേർഡ്, കുട്ടികളൊക്കെ കളിക്കുന്ന ഗെയിം തന്നെയാണ്. അപ്പോൾ ലെറ്റർ വൊക്കാബുലറി ഡെവലപ്പ് ആകും, കുട്ടികൾക്ക് പുതിയ പുതിയ വേർഡുകൾ, അവർ കേൾക്കാത്ത വേർഡുകൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കും, അവരുടെ അറിയുന്ന വേർഡുകൾ തന്നെ മെമ്മറിയിലേക്ക് ഫസ്റ്റ് വന്ന് കിടക്കും. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെറ്റർ ചെയിൻസ് ഒക്കെ കൊടുക്കുക. സൗണ്ട് ചെയിൻസും ഉണ്ട്, സൗണ്ട് മാത്രം കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്യാം. സ്പെല്ലിംഗ് പറയും, ദിസ് ഇസ് ഗുഡ് ആക്ടിവിറ്റി ഫോർ ഇയർ ട്രെയിനിങ്. സ്പെല്ലിംഗ് ഒന്നും പറയില്ല, സൗണ്ട് പറഞ്ഞിട്ട് ആ ആക്ഷൻസ് കാണിച്ചിട്ട് വേർഡ്സ് കൊടുക്കാം. ഷോപ്പിംഗ് ബാസ്ക്കറ്റ്, മേ ബി വൺ കാറ്റഗറി, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് ഓറഞ്ച് വേണം, ആപ്പിൾ, ഇങ്ങനെ കൊടുക്കുന്നത്. വേർഡ് അസോസിയേഷൻ, വേർഡ് സെറ്റ്സ്, വേർഡിന്റെ അസോസിയേഷൻ, രണ്ട് വേർഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ വേർഡുകൾ, റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പഠിക്കുക, വേർഡിന്റെ കണക്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. വേർഡ് സെറ്റ്സ്, വേർഡ് സെറ്റ്സ് പഠിപ്പിക്കുക. അറേഞ്ചിങ് വേർഡ്സ് ആൽഫബറ്റിക് ഓർഡർ പഠിപ്പിക്കുക. And activities that genuinely communicate must have 3 features: information gap, choice and feedback. Information gap, choice and feedback. ആ മെത്തേഡിൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മാത്രം ഇതൊക്കെ ഈസി സിമ്പിൾ മെത്തേഡ്സ് ആണ്. ഒരുപാട് ടാസ്കുകൾ ക്ലാസ്സിൽ, ഒരുപാട് ടാസ്കുകൾ, ഡിഫറെന്റ് സിറ്റുവേഷൻസ്, ക്രിയേറ്റീവ് ആയിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് കൊടുക്കുക. ഇതിൽ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് സിറ്റുവേഷൻസ് കൊടുക്കാം. വലിയ ഓഫീസ് ഇന്റർവ്യൂ വരെ, ഫൈനലി ഇന്റർവ്യൂ വരെ എടുക്കുന്നത് വരെയുള്ള സിറ്റുവേഷൻസ്, ഒരു ഡാർക്ക് സിറ്റുവേഷൻസ്, അതായത് ഒരു ദേഷ്യം വരുന്ന പോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ കൊടുക്കുക. ഇങ്ങനെ സിറ്റുവേഷൻസ് മാറ്റിയിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് CLT-യിൽ ഇന്ത്യൻ കണ്ടക്സിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നൊരു പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടീച്ചേഴ്സ് ഓഫ് ഇംഗ്ലീഷ് മസ്റ്റ് ബി ഫുള്ളി കോമ്പറ്റന്റ് ആൻഡ് ഹൈലി റിസോഴ്സ്ഫുൾ ആയിരിക്കണം. ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അതൊക്കെയാണ്. Conducting task-based activities in classes with a large, almost unmanageable number of students may be difficult and time-consuming. ഇതിൽ രണ്ടും ടൈം കൺസ്യൂമിങ്ങും ഡിഫിക്കൽട്ടും ആണ്. വലിയ 2 സ്റ്റുഡൻസ് ഒക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കമ്മ്യൂണിക്കേഷൻ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല, അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം 2 പേര് തമ്മിൽ ആ 2 ലെവൽ മാത്രമേ അവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അവർക്ക് ഡിഫറെന്റ് മെത്തേഡ്സും സിറ്റുവേഷൻസ് യൂസ് ചെയ്യാൻ കുറേ പേര് വേണം. എന്നാൽ കുറെ പേര് എന്ന് വെച്ചാൽ 60 പേരൊക്കെ ഒരു ക്ലാസ് വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വെച്ചാൽ ദാറ്റ് ഇസ് ഓൾസോ നോട്ട് പോസിബിൾ. രണ്ടും അത് സ്പോയിൽ ചെയ്യുള്ളൂ, സിറ്റുവേഷൻ സ്പോയിൽ ചെയ്യുള്ളൂ. And professional commitment ഉണ്ടാവണം on the part of teachers, and they must be prepared to motivate learners with all kinds of background. അപ്പോൾ ഒരു പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, ടച്ച് അല്ല, പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്. യു മസ്റ്റ് ബി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും. ഇംഗ്ലീഷ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് ടീച്ചേഴ്സ്, ഇവിടെ ടീച്ചിങ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന ബുക്കാണ് നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് ആയിരിക്കണം ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനും ലേണേഴ്സിന് മോട്ടിവേഷൻ കൊടുക്കുന്നതിലും ഒക്കെ. നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ആ മോട്ടിവേഷൻ കിട്ടുന്ന തരത്തിലുള്ള പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് തന്നെ ഉണ്ടാവണം. ദെൻ പിന്നെ പറയുന്നത് SLRW, ലേണിംഗ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, ലിസണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്കിൽ, ടെസ്റ്റിംഗ് സ്കിൽസ് ഉണ്ട്. ഇതില് ലാംഗ്വേജ് ലേണിംഗ് is an examination in India. It is difficult to create conditions by using communicative English. ഇവിടെ ഒരു റിട്ടേൺ എക്സാം സ്റ്റൈലാണ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഒരു സ്റ്റാറ്റസ് ലെവൽ എന്താണെന്ന് അറിയണമെങ്കിൽ ഓറൽ എക്സാംസ് തന്നെ വെക്കണം. കമ്മ്യൂണിക്കേഷന് കൊടുക്കുന്ന, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന് കൊടുക്കുന്ന മോട്ടിവേഷൻ ഇസ് വെരി ലെസ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം ആണല്ലോ. ഇംഗ്ലീഷ് നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പറയും, നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമുക്ക് അവഗണന മാത്രമായിരിക്കും കിട്ടുക. പുറത്ത് പോയിട്ട് ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കും, ഭയങ്കര ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നു എന്നൊരു കമന്റ് ആയിരിക്കും നമുക്ക്. അത് കേൾക്കുന്നതോടെ അവിടെ തന്നെ നിർത്തും. ഇന്ത്യയിൽ പൊതുവെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് പൊതുവെ കുറച്ച് റൂറൽ ഏരിയാസിലൊക്കെ, പാലക്കാട് പോലൊരു ഹാഫ് സിറ്റീസിലൊക്കെ പൊതുവെ ഔട്ട്സൈഡ് ദ ക്ലാസ് റൂമിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനോട് പൊതുവെ നമുക്ക് ഒരു സപ്പോർട്ട്, ഒരു മോട്ടിവേഷൻ ഒന്നും കിട്ടില്ല.
ഒരു കിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഡ്രോബാക്ക് ആണ്. ഇതുപോലുള്ള പാലക്കാട് പോലുള്ള ഹാഫ് സിറ്റീസിലൊക്കെ ഇരുന്നു കൊണ്ട് അതർ ലാംഗ്വേജസ് പഠിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ഡ്രോബാക്ക് ആണ്. ഇനിയൊരു ലാസ്റ്റ് ഒരു മെത്തേഡിനെ കുറിച്ച് പറയുന്നുണ്ട്, എലക്റ്റിക് മെത്തേഡ് എന്നൊരു മെത്തേഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ has got strength and weak. രണ്ടുണ്ട്. Grammar translation method concentrated on reading, vocabulary expansion, grammar comprehension, understanding, literacy, text, but it ignores speech and oral interaction. ആണല്ലോ. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ ഗ്രാമറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, ലിറ്ററസി, വേർഡ്സ്, വൊക്കാബുലറിക്ക് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കും. അവിടെ സ്പീച്ച്, ഓറൽ കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ഗീവ് ഇമ്പോർട്ടൻസ്, ഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ സ്പീച്ചിന് ഇമ്പോർട്ടൻസ് കൊടുത്തായിരുന്നു പഠിപ്പിച്ചത്. അവിടെ എന്തിന് അവോയ്ഡ് ചെയ്യും? ഗ്രാമറിനെയും റിട്ടൺ ലാംഗ്വേജിനെയും അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈലിനെയും ഒക്കെ അവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്ട്രക്ചറൽ അപ്രോച്ച് ഇസ് ടു റിജിഡ് ടു സ്ട്രക്ചർ ഓറിയന്റഡ് വിത്ത് ദിസ് എംഫസിസ് ഓൺ ഫേസ് കൺട്രോൾ മീനിങ്ഫുൾ. സ്ട്രക്ചറൽ മെത്തേഡിലാണെങ്കിലും അതിന്റെ സ്ട്രക്ചർ ബേസ്ഡ് ആണ്, അതിന്റെ തിയറിയെ ബേസ്ഡ്, അതിനെ ഒരു ഷേപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺട്രോളിനകത്ത് തന്നെ പഠിക്കും, മീനിങ്ഫുൾ ആയിട്ടുള്ള റിപ്പീറ്റേഷനോട് കൂടിയിട്ട് അങ്ങനെ തന്നെ പഠിക്കാം. ഡ്രിൽസ് ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ഇവിടെ ഗ്രാമറിന്റെ അക്യൂറസി ഒന്നും ഇമ്പോർട്ടൻസ് അല്ല. സോ ദർ ഇസ് നോ പെർഫെക്റ്റ് മെത്തേഡ് ഓർ സ്റ്റാൻഡേർഡ് പ്രിസ്ക്രിപ്ഷൻസ് ഫോർ ഓൾ സിറ്റുവേഷൻസ്. ഇതിൽ ഏതാണ് ബെറ്റർ അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട്. ഒരു കമ്പാരിസൺ നടത്തിയാൽ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സും പോസിറ്റീവും ഉണ്ടെന്ന് അർത്ഥം. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ട്. സെലക്റ്റീവ് മെത്തേഡ് അതില് അതായത് ഈ പറഞ്ഞ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ലിംഗ്വൽ, ബൈലിംഗ്വൽ എല്ലാ മെത്തേഡ്സിലും അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പറഞ്ഞു, ഇൻട്രസ്റ്റിംഗ് ഓഫ് we can only reject them as a source, not solution. What is the new is not necessarily but important, not is necessarily but effective than what is locally experimented and involved. ഇവിടെ ഒരു പോയിന്റ് എവിടെ വിട്ടു? മേഡ് ഗ്രേറ്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ലാസ്റ്റ് ഇയേഴ്സിൽ ഇതൊരു പ്രോഗ്രസ് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ അതിന് ഓരോ മെത്തേഡിനും അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സ് ഒക്കെ ഉണ്ടെങ്കിലും, വി ആർ ഫേസിങ് ടു മെനി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ അതിന് ഒരു സ്ട്രക്ചർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ക്ലിയർ സിലബസ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഗ്രേറ്റ് പ്രോഗ്രസ്സിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലും എന്ത് തന്നെയാണ് പ്രോബ്ലം? അപ്രോച്ചസ് തന്നെയാണ് പ്രോബ്ലം. ഇവിടെ ഒരു പേജ് എൻ്റെ ഇല്ല കേട്ടോ. റിഡിൽ ഓഫ് ദ റൈറ്റ് മെത്തേഡ് ആണ് പിന്നെ കാണുന്ന പേജ്. ആ പേജ് ഇല്ല. റിഡിൽ ഓഫ് ദ റൈറ്റ് മെത്തേഡ്. നമുക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഡയലിമയിലാണ് വിച്ച് ഇസ് ദ റൈറ്റ് മെത്തേഡ്. ഡയറക്റ്റ് ആണോ, ഇൻഡയറക്റ്റ് ആണോ, ബൈലിംഗ്വൽ ആണോ? അതുകൊണ്ട് തന്നെ ഇപ്പൊ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തു കഴിഞ്ഞാൽ ബൈലിംഗ്വൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, പല സ്കൂൾസിലും ഇംഗ്ലീഷ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടാവും, ബൈലിംഗ്വൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇങ്ങനെ പല മെത്തേഡ്സും, ഗ്രാമർ ബേസ്ഡ് തന്നെ ഇംഗ്ലീഷ് റിട്ടൺ ലാംഗ്വേജ് തന്നെ ഫസ്റ്റ് പഠിപ്പിക്കുന്നവർ, ഇങ്ങനെ പല ഇപ്പോഴും നമ്മൾ ഡയലിമയിലാണ്. ഇതിൽ കറക്റ്റ് സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് ഇപ്പോഴും ഡയലിമയിൽ തന്നെയാണ്. ആൻഡ് lack of focus in the classroom, its ecology, socio-economic fabrics, organization management, number of learners and their problems. അപ്പോൾ ഇതിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നേരത്തെ പറഞ്ഞ പോലെ 2 months ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് 1-2 പേരേ ഉള്ളൂ എന്നുള്ളത്, അല്ലെങ്കിൽ കുറേ പേരുണ്ടെന്നുള്ളതൊക്കെ പ്രോബ്ലംസ് ആണ്. ആൻഡ് നമ്മൾ ഇപ്പൊ ഇംഗ്ലണ്ട് പോലെ മോണോലിംഗ്വൽ കൺട്രി ആണെങ്കിൽ അവിടെ ഒരു ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്യുന്ന, കർണാടകയിലൊക്കെ ബേസിക്കലി ഒരു ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്യുന്നവരാണെന്ന് എങ്കിൽ, അവരുടെ തമിഴ്നാട്ടിലിരിക്കുന്നവർ തമിഴ് മാത്രം യൂസ് ചെയ്യുന്ന, ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവർ മാത്രമേ അവിടെ ഉള്ളൂവെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു ടീച്ച് ദം. അപ്പൊ അവരുടെ ലാംഗ്വേജിന്റെ ഫ്ലുവൻസിയിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരും, ടങ്ങിനൊക്കെ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നാൽ മതി. പക്ഷെ ഇവിടെ മൾട്ടി ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നവരാണ് പല നാട്ടിലും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സ്റ്റൈൽസിനും ഡിഫറൻസിനും അനുസരിച്ച് ലാംഗ്വേജിനെ ഒരു അബൌട്ട് ഒരു ഔട്ട്സൈഡ് ലാംഗ്വേജിനെ പഠിപ്പിക്കുക എന്നുള്ളത് അഗെയിൻ ഇറ്റ് ഈസ് എ കൺഫ്യൂസിങ് വൺ ആണ്. ദെൻ സോ ഈ ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റിലെ പഠിച്ചു. ബ്രിട്ടീഷ് പീപ്പിൾ വരുന്നതോട് കൂടിയിട്ടാണ് ഇംഗ്ലീഷിന് ഇത്ര ഇമ്പോർട്ടൻസ് വന്നപ്പോൾ അതിനു മുമ്പ് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള നമ്മളുടെ പർപ്പസസ് ആൻഡ് നെസസിറ്റീസ് നമ്മളുടെ കൺട്രീസ്ക്ക് അകത്ത് തന്നെയായിരുന്നു. നമ്മളുടെ റിക്വസ്റ്റ്, ആവശ്യങ്ങൾ നമുക്ക് ഔട്ട്സൈഡ് ദ കൺട്രി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഒക്കെ ഡെവലപ്പ് ആവുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ലാംഗ്വേജിന്റെ ആവശ്യം, ഡിഫറെന്റ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട ഒരു ആവശ്യമൊക്കെ വരുന്നത്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഈ അതർ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. ദെൻ
അതില് മക്താബ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. Pre-British India, they are present day vocabulary. India, they are in present day vocabulary, creating a proper environment, learning a target language, maximizing learning opportunities. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിൽ ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പീരീഡിലും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിരുന്നത്, അവരുടെ ഗോൾ എന്തൊക്കെയായിരുന്നു, ഫീച്ചേഴ്സ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ്, അതിന്റെ പ്രസന്റേഷൻ എങ്ങനെയായിരുന്നു. ഇപ്പൊ ഒരു പീരീഡ് കൊടുത്തിട്ടുണ്ട്, അതിൽ എന്ത് അപ്രോച്ചാണ് എടുത്തിരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്, എയിം, വാട്ട് ഇസ് ദ എയിം, ദെൻ വാട്ട് ഇസ് ദ ആഫ്റ്റർ എഫക്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 1830s ആണെങ്കിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ, വെരി ബിഗിനിങ്ങിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് തന്നെയായിരുന്നു. ഇവിടെ ലിറ്ററൽ ലാംഗ്വേജ്, കൾച്ചറൽ ഫൈൻ ഗോൾസ് അതായിരുന്നു, ലിറ്ററൽ ലാംഗ്വേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. നേറ്റീവ് ലാംഗ്വേജിനെ ടാർഗറ്റ് ലാംഗ്വേജ്, ട്രാൻസ്ലേറ്റ് ഫ്രം നേറ്റീവ് ലാംഗ്വേജ് ടു ടാർഗറ്റ് ലാംഗ്വേജ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേറ്റീവ് ലാംഗ്വേജസിലുള്ള റിട്ടേൺ പീസസിനെയൊക്കെ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആഫ്റ്റർ എഫക്ട്. 1920s ആകുമ്പോഴേക്കും റിഫോം ഡയറക്ട് മെത്തേഡ് കൊണ്ടുവന്നു. അവിടെ എവറിഡേ സ്പോക്കൺ കൾച്ചറൽ ലാംഗ്വേജ് കൾച്ചറലൊക്കെ ലാംഗ്വേജസിന്റെ ഇഫക്റ്റ് കൊണ്ടുവന്നു. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് ടാർഗറ്റ് ലാംഗ്വേജിന്റെ ഇനി സ്പോക്കൺ ലാംഗ്വേജിന് യൂസ് തന്നെയായി. നോ ട്രാൻസ്ലേഷൻ ഇല്ലാതെ തന്നെ സംസാരിക്കുന്ന ഒരു മെത്തേഡ്. റീഡിംഗ് മെത്തേഡ്, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. റീഡിംഗ് മെത്തേഡിൽ എന്താ, ഫ്ലുവൻസി ഇൻ റീഡിംഗ്. ദെൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എന്നുള്ള ബേസ് കൊണ്ടുവന്നു. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് ലാസ്റ്റ് കൺക്ലൂഷനിൽ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് നോയിങ് പീപ്പിൾ, നോൺ ഇംഗ്ലീഷ് നോയിങ് പീപ്പിൾ എന്ന് രണ്ടൊരു നോൺ ഇംഗ്ലീഷ് നോയിങ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി. ഇപ്പോൾ ഒട്ടും തന്നെ ഇംഗ്ലീഷ് ബേസ് അല്ലാത്തൊരു, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ അതിനൊരു 3 steps ഉണ്ട്. ബേസിക്, ദെൻ ഗ്രാമർ, ദെൻ ഫ്ലുവൻസി. അപ്പൊ ചിലവർക്ക് ബേസിക് ആവശ്യമില്ല. വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ ബേസിക് തന്നെ വേണം. ABCD കൊടുക്കണം, അതിന്റെ പ്രൊനൗൺസിയേഷൻ കൊടുക്കണം, വേർഡ്സ് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യണം, എന്നിട്ട് ഗ്രാമറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ദെൻ വി ഹാവ് ടു ഗോ ടു ഫ്ലുവൻസി. ഇനി കുറച്ച് ഇംഗ്ലീഷ് ഓൾറെഡി അറിയാവുന്നവർക്കാണെങ്കിൽ വി ക്യാൻ ടേക്ക് ഫ്രം ദ സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഫ്രം ഗ്രാമറിന് സ്റ്റാർട്ട് ചെയ്യാം, ബിക്കോസ് ദേ നോ ദ ബേസിക്സ്. ഗ്രാമർ സ്റ്റാർട്ട് ചെയ്യാം, ഫ്ലുവൻസിയിലേക്ക് പോകാം. ഇനി അതിലും ഗ്രാമർ ഒക്കെ ബേസിക് നന്നായിട്ട് അറിയാം, പക്ഷെ അവർക്ക് സംസാരിക്കാൻ മാത്രം പറ്റില്ല. ഗ്രാമർ അറിയാം, വേർഡ്സും വൊക്കാബുലറിയും ഇംഗ്ലീഷിനെ കുറിച്ച് എല്ലാ നോളേജും ഉണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു സ്പീക്ക്. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. അപ്പൊ അവർക്കാണെങ്കിൽ ദേ നീഡ് ഓൺലി ഫ്ലുവൻസി ക്ലാസ്സസ് മാത്രമേ ആവശ്യമുള്ളൂ. ജസ്റ്റ് ദേ ഹാവ് ടു സ്പീക്ക്. ക്ലാസ്സിൽ വരിക, കുറേ പേര് ഇരുന്നിട്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ കുറേ സംസാരിക്കുക, അത് മാത്രമേ ദെൻ ദിൽ ഡെവലപ്പ്. ആ ഒരു മടി മാറി കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ 3 ലെവലിലാണ് നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് നോയിങ് ഓൾറെഡി ബേസ് ഉള്ളവർക്ക് ബേസ് ആവശ്യമില്ല. അപ്പൊ ഇതൊരു കൺക്ലൂഷനിൽ നോയിങ് ലെവൽ, നോട്ട് നോയിങ് ലെവൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡിഫറെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അങ്ങനെ ഇംഗ്ലീഷിനെ പല വിധത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ട് നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഡിഫറെന്റ് മെത്തേഡ്സ്, ഡിഫറെന്റ് സ്റ്റൈൽ, ഡിഫറെന്റ് പർപ്പസസ്, ഡിഫറെന്റ് എൻവയോൺമെന്റ്, ഡിഫറെന്റ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട്, അവരവരുടെ പർപ്പസിന് വേണ്ടി ദേ ആർ ലേണിംഗ് ദ ന്യൂ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ പല സ്ഥലത്തും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ സ്പോയിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സുതാര്യതയെ സ്പോയിൽ ചെയ്യുന്ന പല സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് അതിന് എക്സ്പ്ലോയിൽ ആവാതിരിക്കാൻ കുറച്ച് അറ്റംപ്റ്റ്സ് എടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ backward sections of the society, learners in rural area, taking into account the background, interest of these groups and other environmental factors, several packages must be prepared. ഈ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും, നോയിങ് ആൻഡ് നോൺ നോയിങ് പീപ്പിൾ, എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് യു ഹാവ് ടു ടേക്ക് ഈ ഗ്രൂപ്പ്സിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് യു ഹാവ് ടു ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ദെൻ പിന്നെ ബൈലിംഗ്വൽ അപ്രോച്ച്, സ്യൂട്ടബിൾ ടീച്ചിങ് മെത്തേഡ്. ബൈലിംഗ്വൽ അപ്രോച്ചിന് ഒരുപാട് ഇമ്പോർട്ടൻസും സപ്പോർട്ടും കിട്ടുന്ന ഒരു മെത്തേഡാണ് ബൈലിംഗ്വൽ മെത്തേഡ്. ബിക്കോസ് ആ ലാംഗ്വേജ് ഒന്നും അറിയാത്ത ആളുകളെ ഫസ്റ്റ് ബൈലിംഗ്വൽ മെത്തേഡിൽ തന്നെ പറയുന്നുണ്ട്, വെരി സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ബൈലിംഗ്വൽ മെത്തേഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, പിന്നീട് യു ഹാവ് ടു യൂസ് ദ സെയിം ലാംഗ്വേജ് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഈ ബൈലിംഗ്വൽ മെത്തേഡ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, ഡയറക്റ്റ് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ സെയിം ലാംഗ്വേജ് തന്നെ ഫ്രം ദ വെരി ബിഗിനിങ് തന്നെ യൂസ് ചെയ്യുമ്പോൾ അതൊരു ചെറിയ കുട്ടികൾക്ക്, KG സെക്ഷനിലുള്ള കുട്ടികൾക്കൊക്കെയാണ് ഇറ്റ്സ് ഓക്കെ. അവർ ഏതോ ഒരു ലാംഗ്വേജ് പുതിയതായി പഠിക്കുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് മെത്തേഡ് ഇസ് ഗുഡ്. ഇപ്പൊ പഠിച്ചു വന്ന ആളുകളിലേക്ക് ഒരു പുതിയ ലാംഗ്വേജ് ആണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ ഈ ഒരു ബേസിൽ തന്നെ അതേ ലാംഗ്വേജിൽ തന്നെ പഠിപ്പിക്കാന്നുള്ളത് ഇസ് ടു ഡിഫിക്കൽട്ട്, അല്ലെങ്കിൽ ടഫ് ആയിരിക്കും. അവർക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ആ ഇംഗ്ലീഷിനോട് പേടി കൂടുകയുള്ളൂ. അപ്പൊ അവിടെയൊക്കെ ബൈലിംഗ്വൽ മെത്തേഡ് ആയിരിക്കും ടു ബി വെരി ഈസി, അല്ലെങ്കിൽ സ്യൂട്ടബിൾ അവിടെ ആയിരിക്കും. Then quality English for all must involve methods, techniques that are simple, flexible, environment friendly and learner friendly alternatives must be explored, applying local wisdom. Quality English for all, ഇപ്പൊ എല്ലാവർക്കും കിട്ടേണ്ടത് ഒരു ബെസ്റ്റ്
പ്രൊഡക്റ്റ് തന്നെയാണ് എല്ലാവർക്കും കിട്ടുക. അപ്പോൾ അതിന് എങ്ങനെയൊക്കെ ഫ്ലെക്സിബിൾ ആവാം, എങ്ങനെയൊക്കെ നമ്മളുടെ ലോക്കൽ വിസ്റ്റം എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, അതിനെ എന്തൊക്കെ യൂസേജസ് കൊണ്ടുവരാം, അതിനെ എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടീച്ചേഴ്സ്. സോ ടീച്ചേഴ്സ് ഇത് പഠിച്ചു കഴിയുന്നവർക്ക് ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആവണമെന്നുള്ളതാണ് കൺസെപ്റ്റ്, ആവാം എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഓരോ മെത്തേഡ്സും എടുക്കുമ്പോൾ ബി കെയർഫുൾ ആയിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ക്വാളിറ്റി ഇംഗ്ലീഷ് ഫോർ ഓൾ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വെച്ചുകൊണ്ട് എല്ലാ കൺസിഡറേഷനും കൊടുത്ത് എല്ലാ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് വേണം പഠിപ്പിക്കാൻ എന്നർത്ഥം. സോ റൂറൽ ഏരിയാസിനുള്ളവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഇനി ക്ലാസ് റൂം സിറ്റുവേഷൻസ് എല്ലാ മെത്തേഡ്സും യൂസ് ചെയ്തുകൊണ്ട് തന്നെ പഠിപ്പിക്കണം. ഇതിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ദ ടേം അപ്രോച്ച് ഫ്രം മെത്തേഡ് ആൻഡ് ടെക്നിക്. ഡിഫറൻഷിയേറ്റ് ദ ടേം അപ്രോച്ച് ഫ്രം മെത്തേഡ് ആൻഡ് ടെക്നിക്, അത് മാത്രമാണ് ഈ ലെസണിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ മൂന്നുമായി, അപ്രോച്ചും മെത്തേഡും ടെക്നിക്കും, മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്. ടേം അപ്രോച്ച് എന്നുള്ള വേർഡിന് മെത്തേഡ് ആൻഡ് ടെക്നിക് എന്ന രണ്ട് വേർഡിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പൊ മൂന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. വാട്ട് ഈസ് അപ്രോച്ച്, വാട്ട് ഈസ് മെത്തേഡ് ആൻഡ് വാട്ട് ഈസ് ടെക്നിക്. അതിന് മൂന്നിനെയും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് along with examples, പിന്നെ ഡിഫറൻസ്, ആ മൂന്നും തമ്മിലുള്ള ഡിഫറൻസിന് ഇതുപോലെ ബോക്സ് ഇട്ട് എഴുതിയാലും will get marks. ആ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കിട്ടും ആൻസറിൽ. അതാണ് ഇതിൽ നിന്ന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ. പിന്നെയുള്ളതൊക്കെ ആ ഒരു അതിലുള്ള പാർട്ട് മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ സ്ട്രക്ചറൽ അപ്രോച്ച്, ലിസ്റ്റ് ഓഫ് ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഓഡിയോലിംഗ്വൽ മെത്തേഡ്, what is bilingual method, what are the differences between audiolingual method and communicative language teaching, explain about CLT, electric method is a foolproof method. ഇങ്ങനെ പലതിനെ കുറിച്ചും ക്വസ്റ്റ്യൻ, അതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന്റെ ഉള്ളിൽ തന്നെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വരാം. ഒരു ക്വസ്റ്റിനകത്ത് തന്നെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും 4 ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരു മെത്തേഡ് വരുന്നുണ്ടെങ്കിൽ മേ ബി ഇതിലത്തെ ഇങ്ങനത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അല്ലാതെ ഇതൊന്നും എസ്സേ ആയിട്ട് അല്ലെങ്കിൽ 20 മാർക്സിനൊന്നും ചോദിക്കില്ല ഇങ്ങനെയൊന്നും. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ മൂന്ന് പോയിന്റ്സോ ഓഡിയോലിംഗ്വലും ബയോലിംഗ്വലും ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കമ്മ്യൂണിക്കേറ്റ് ലാംഗ്വേജ് ടീച്ചിങ്, ഇങ്ങനെ മൂന്നും കൂടെ ചോദിക്കും. ഓഡിയോലിംഗ്വൽ എന്താണ്, ബയോലിംഗ്വൽ എന്താണ്, കമ്മ്യൂണിറ്റി ടീച്ചിങ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അപ്പൊ അങ്ങനെ ഒരു കറക്റ്റ് ഒരു മൂന്നും പറയുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാ മെത്തേഡ്സും ഇൻക്ലൂഡ് ആവുന്നത് പോലെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അതിലും ലാംഗ്വേജ് എന്താണ്, ലാംഗ്വേജിന്റെ ടീച്ചിങ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് എഴുതിയിട്ട് തന്നെ വേണം കൊടുക്കാൻ. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് എസെൻഷ്യൽസ്. ഈ ലെസണിൽ ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. So we'll go to the next lesson. പോവാണെങ്കിൽ essentials of English speech. ഇംഗ്ലീഷ് സ്പീച്ചിന്റെ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ സ്കിൽസ് ആണ് ആവശ്യം. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ലിസണിങ്, സ്പീക്കിംഗ്, റൈഡിംഗ്, റീഡിംഗ്, LSRW അതെല്ലാവരുടെയും പറയുന്നതാണ്. ഇതൊക്കെയാണ് സ്കിൽസ് വേണ്ടത്. ഇത് വെറുതെ ഇങ്ങനെ ലിസണിങ് എന്ന് പറയുന്ന ഒരു സ്കില്ലിന് തന്നെ ഞാൻ അത്രയും എക്സ്പ്ലനേഷൻ പറഞ്ഞു. ലിസണിങ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നതല്ല. ആ സിമ്പിൾസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വേർഡ്സ് ആക്കി മാറ്റുന്നു. ആ വേർഡ്സിനെ, സിമ്പിൾസിനെ വേർഡ്സ് ആക്കി മാറ്റും, വേർഡ്സിനെ മീനിങ് വേർഡ്സ് ആക്കി മാറ്റും. അതിന്റെ മീനിങ്ങിലേക്ക് മൈൻഡ് വർക്ക് ആവും. ആ മീനിങ് വന്നിട്ട് ആ സെന്റൻസിനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് മീനിങ് കിട്ടും. എന്നിട്ടായിരിക്കും നമ്മളുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് നമ്മളിലേക്ക് നമുക്ക് മനസ്സിലായി എന്നുള്ള എക്സ്പ്രഷൻസ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഒരു ലിസണിങ് എന്നുള്ള പ്രോസസ്സിലുണ്ടെങ്കിൽ സ്പീക്കിംഗ് എന്നുള്ളതിലും അതുപോലെ തന്നെ. സ്പീക്കിംഗ് സംസാരിക്കാൻ അറിയുമെന്ന് ചോദിച്ചാൽ അറിയാം. അപ്പോൾ അതിൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങോട്ട് തിരിച്ചു എന്താ ഇവിടെ യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയുന്ന പോലെ അതിന് സ്പീക്കിംഗ് നോളജ് എന്ന് പറയില്ല. പൊതുവെ മലയാളീസ് അങ്ങനെയാണല്ലോ, എന്തെങ്കിലും തെറ്റി പറയുമ്പോഴേക്കും എടുത്ത് വിളിച്ച് പറയുന്ന ഒരു ഹാബിറ്റ്. അപ്പൊ അതിന് അങ്ങനെ വിളിച്ച് പറഞ്ഞാലും അവിടെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് അതിനെ സ്പീക്കിംഗ് നോളജ് എന്ന് പറയുന്നത്. റൈറ്റിംഗ് മെത്തേഡ്സിൽ അതുപോലെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അമേരിക്കൻ റൈറ്റിംഗ് സ്റ്റൈൽ വേറെയാണ്, ഇന്ത്യൻ റൈറ്റിംഗ് സ്റ്റൈൽ വേറെയാണ്. ഇപ്പൊ അമേരിക്കൻ ഇംഗ്ലീഷ് ഇപ്പോൾ നിങ്ങളുടെ ആരും മക്കളൊക്കെ പഠിക്കുന്നുണ്ടാവും, ICSE സിലബസിലൊക്കെ പഠിക്കുന്നുണ്ടാവും, ഇന്റർനാഷണൽ സിലബസിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവിടെ സിലബസ് നോക്കി കഴിഞ്ഞാൽ ലെറ്റർ റൈറ്റിംഗ് ഒക്കെ ഡിഫറെന്റ് മെത്തേഡാണ്. ഹായ്, ഒഫീഷ്യൽ ലെറ്റർ ഒക്കെ ഹായ് എന്നായിരിക്കും തുടങ്ങുക. ഒഫീഷ്യലി എഴുതുന്ന ലെറ്റേഴ്സ് ഒക്കെ ഹായ് എന്ന് സ്റ്റാർട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങും, ലെറ്റർ തുടങ്ങും. ഐ വോണ്ട് ഇൻഫോം യു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലെറ്റർ തുടങ്ങും. അപ്പൊ നമ്മൾ ഇന്ത്യൻ ലെറ്റേഴ്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഫ്രം ടു ഡേറ്റ് പ്ലേസ് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. എന്നിട്ട് മാറ്റർ വളരെ കുറവായിരിക്കും. മാറ്ററിൽ വളരെ ഷോർട്ടായിട്ട് എന്താണ് നമ്മുടെ ഒഫീഷ്യൽ ലെറ്റേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഒഫീഷ്യൽ ലെറ്റേഴ്സ് തന്നെ ഹായ് എന്ന് പറയാം. അപ്പൊ ഇന്റർനാഷണൽ സ്കൂൾസിലൊക്കെ അവർക്ക് അമേരിക്കയിൽ മാത്രം യൂസ് ചെയ്യുന്ന മെത്തേഡ് അങ്ങനെയാണ്. അവിടെ ഇങ്ങനെ ഒരു ഫോർമാലിറ്റീസ് ഇല്ല. ഇപ്പൊ നമ്മളുടെ ഒരു ഫോർമാലിറ്റി സ്റ്റൈലിലാണ് നമ്മൾ അതിനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ ലെറ്റർ സ്റ്റൈൽസ് ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ഡിഫറൻസസ് ഈ റൈറ്റിംഗ് സ്റ്റൈലിലുണ്ട്. അപ്പൊ അതൊക്കെയാണ് റൈറ്റിംഗ് സ്റ്റൈൽസ് കൊടുക്കുക. ദെൻ സ്പീക്കിംഗ്, റീഡിംഗ് ഇതുപോലെ പ്രൊനൗൺസിയേഷൻ, അതിന്റെ സ്ട്രക്ചർ എന്താണ്, ഓരോ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ, ഫോണറ്റിക്സ് ഒക്കെ പഠിച്ചിട്ട് റീഡിംഗ് സ്റ്റൈൽ. ഈ 4 സ്കിൽസുമാണ് ഈ ഇതിൽ എസെൻഷ്യൽസ് ഓഫ്
സ്പീക്കിംഗ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാംഗ്വേജ് ലേണിംഗ് അല്ലെങ്കിൽ സ്പീച്ച് ഇംഗ്ലീഷ് സ്പീച്ചിന്റെ വേണ്ട വിഷയങ്ങൾ 4 അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഈ 4 സ്കിൽസ് തന്നെയാണ് വേണ്ടത്. ഈ 4 സ്കിൽസിൽ their usefulness in language learning. ലാംഗ്വേജ് ഈ 4 സ്കിൽസ് എങ്ങനെ യൂസ് ആവുന്നു എന്നുള്ളതാണ് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു തിയറി ക്ലാസ് പോലെ അങ്ങനെ നമുക്ക് ബേസിക് ആയിട്ട് ഒരു കൺസെപ്റ്റോ ഒരു എക്സ്പെരിമെന്റോ ചെയ്ത് പറയാനുള്ളതല്ല ഈ വിഷയങ്ങളൊന്നും. ഇവിടെ ലിസണിങ്ങിലൂടെ ഫസ്റ്റ് നടക്കുന്നത് ലിസണിങ് സ്പീക്കിംഗ്. ഈ 4 LSRWന് 2 സെക്ഷൻ ആക്കുക. ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് എന്നുള്ളത് ഒരു സെക്ഷനും റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്നുള്ളത് സെക്കൻഡ് സെക്ഷൻ ആക്കുക. ഫസ്റ്റ് സെക്ഷൻ എല്ലാവരും എല്ലാ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്നല്ല എനി ലാംഗ്വേജ് എടുക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ഈസി ആയിരിക്കും. ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് കേൾക്കാനും പറയാനും നമുക്ക് പറ്റും, പക്ഷെ വായിക്കാനും എഴുതാനും ആയിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട്. സെക്കൻഡ് സെക്ഷൻ അതാണ്. അപ്പൊ നമുക്ക് ഡീപ്പായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സെക്ഷൻ, റീഡിങ് റൈറ്റിംഗ് എന്നുള്ള സെക്ഷനിലേക്ക് പോകും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് എന്ന സ്ട്രക്ചർ പറയുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഇറ്റ് ഈസ് ഈസി. മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാവും എപ്പോഴും. മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജ് നമുക്ക് കേൾക്കാൻ പറ്റും, കേട്ടാൽ മനസ്സിലാവും. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. തിരിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ തിരിച്ച് എഴുതാൻ ഒട്ടും പറ്റില്ല, എഴുതിയത് വായിക്കാൻ ഒട്ടും പറ്റില്ല. എഴുതാൻ തിരിച്ച് പറയുമ്പോൾ നമ്മളുടെ ഒരു മലയാളം അല്ലെങ്കിൽ നമ്മളുടെ ലാംഗ്വേജ് എന്താണോ അതിന്റെ ഒരു ടച്ച് വെച്ചിട്ട് നമ്മൾ തിരിച്ചും പറയും, എങ്ങനെയെങ്കിലും പറയും. ഇനി സെക്കൻഡ് സ്റ്റേജും കഴിയുമ്പോഴേക്കും അതാണ് ആ 2 സ്റ്റേജ് എല്ലാവർക്കും ഈസി ആയിട്ട് റീച്ച് ആവാൻ പറ്റും. സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേജസ് ടു ടഫ്. അതിനെ കറക്റ്റ് ഒരു സ്ട്രക്ചർ മെത്തേഡിൽ ഒരു ബേസിക് തിയറി പഠിച്ച് അതിന്റെ കറക്റ്റ് സ്ട്രക്ചർ പഠിച്ച് അതിന്റെ ഓരോ ലെറ്റേഴ്സിന്റെയും കറക്റ്റ് പഠിച്ച് ചെയ്യുന്നതാണ് അതിന്റെ കറക്റ്റ് റൂൾ. അല്ലാതെ നമുക്ക് എല്ലാം അറിയും എന്ന് പറഞ്ഞിട്ട് തമിഴിലേക്ക് അക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ചെറിയൊരു ഇതിന് പോലും അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു കുനുവിന് പോലും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ലാംഗ്വേജ് ആണ് അതൊക്കെ. അപ്പൊ അതൊന്നും നമ്മൾ ഇങ്ങനെ വെറുതെ വായിച്ച് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കുന്നത് പോലെ ആ ലാംഗ്വേജ് പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. പഠിക്കുകയാണെങ്കിൽ അതിന്റെ ശരിക്കുള്ള ലെവലിൽ തന്നെ അതൊക്കെ പഠിക്കേണ്ടതാണ്. ദെൻ ഹൗ ടു പ്രിയോറിറ്റൈസ് SLRW എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ലിസണിങ് അതിൽ എങ്ങനെ പ്രിയോറിറ്റൈസേഷൻ കൊടുക്കണം, പ്രിയോറിറ്റി എന്തിനു കൊടുക്കണം. ലിസണിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഏതൊരു കമ്മ്യൂണിക്കേഷൻ ലെവലിൽ ലിസണിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കേൾക്കാതെ ഒന്നും പഠിക്കാൻ പറ്റില്ല. നമ്മൾ ഇത്രയും വലിയ മലയാളം ഇത്രയും നന്നായിട്ട് നമുക്ക് മലയാളം സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ലിസണിങ് എന്നൊരു 8 പാർട്ടിൽ നിന്നാണ് നമ്മൾ അത്രയും ലാംഗ്വേജിന്റെ അത്രയും പാർട്സ് പഠിച്ചതെങ്കിൽ ലിസണിങ്ങിന് അപ്പൊ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളും. അപ്പൊ ഇതില് അത് കഴിഞ്ഞിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജ് ഒരു ഹാബിറ്റ് ബിഹേവിയർ ആയി മാറും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കേട്ടത്, അപ്പൊ കേൾക്കാനുള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. കേട്ട് കഴിഞ്ഞതിന് ശേഷം ഹാബിറ്റ് ആയതിനു ശേഷം കറക്റ്റ് ചെയ്യാൻ ഇറ്റ് ഇസ് ടു ഡിഫിക്കൽട്ട്. അപ്പൊ നമ്മൾ അവർ കേൾക്കുന്ന ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ കേൾക്കുന്ന സിറ്റുവേഷനിൽ തന്നെ കറക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് കുട്ടികളുടെ മുന്നിൽ നല്ല വാക്കുകൾ സംസാരിക്കണം, നല്ല ഭാഷകൾ ഉപയോഗിക്കണം, ഏത് ലാംഗ്വേജിലാണ് കുട്ടി വളരേണ്ടത് ആ ലാംഗ്വേജിൽ സംസാരിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം. പിന്നെ കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ബേസിക് പാർട്ട് ലിസണിങ് പാർട്ടിൽ തന്നെ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ്. പിന്നെയാണ് റീഡിങ് ഒക്കെ പതുക്കെ റീഡിങ് ഒക്കെ പിന്നേക്ക് റൈറ്റിംഗ് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുക എന്നുള്ളത് ഫൈനൽ സ്റ്റേജ് ആണ്. ലാംഗ്വേജിനെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ പറ്റുക അത് ഫൈനൽ സ്റ്റേജ്. അവിടെ നമുക്ക് ഒരാൾക്ക് എഴുതാൻ പറ്റുള്ളൂ, അതിനെ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ദെൻ അതിൽ തന്നെ തിരിച്ചു മറിച്ച് വി കനോട്ട് ടീച്ച് സ്പീക്കിംഗ് വിത്തൗട്ട് ടീച്ചിങ് ലിസണിങ് ഓർ റൈറ്റിംഗ് വിത്തൗട്ട് ടീച്ചിങ് റീഡിംഗ്. ഇപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് ലിസണിങ് സ്കിൽ ആദ്യം കൊടുക്കണം. പെട്ടെന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിന് എന്തൊക്കെ മനസ്സിലായി എന്ന് ചോദിക്കും. ഇംഗ്ലീഷിൽ കുറെ ഒരു വലിയ സ്പീച്ച് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ലിസണിങ് സ്കിൽസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ഡിഫറെന്റ് മെത്തേഡ്സ് ഒക്കെ അതിൽ യൂസ് ചെയ്യും. ദെൻ പിന്നെ പലരും പഠിക്കുന്നത് നമ്മളുടെ ജോലി പർപ്പസിന് വേണ്ടി ടോഫലിന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, ലിസണിങ് കോംപ്രിഹെൻഷൻസ് ഒക്കെ അതിൽ കൊടുക്കും. UK USA പോകുന്നവർക്ക് ദാറ്റ് ഇസ് കമ്പൽസറി. Then model that can be used in India for teaching spoken English. Spoken English ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതിന് ഒരു മോഡൽ പോലെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ടീച്ചർ ഷുഡ് മേക്ക് എ കോൺഷ്യസ് എഫേർട്ട് ടു ലേൺ ആൻഡ് യൂസ് അക്സെപ്റ്റബിൾ പ്രൊനൗൺസിയേഷൻ. അവിടെ പ്രൊനൗൺസിയേഷൻ ഇതാണോ കറക്റ്റ്, അതാണോ കറക്റ്റ്, അതാണോ കറക്റ്റ്. തമിഴ്നാട്ടിലുള്ളവർ ആയിൽ എന്ന് പറയും, ഇവിടെ ഉള്ളവർ ഓയിൽ. ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ അതിന് ആ കറക്റ്റ് അക്സെപ്റ്റബിൾ പ്രൊനൗൺസിയേഷനിലേക്ക് കൊണ്ടുവരണം. നമ്മളുടെ മദർ ടങ്ങിനോട് ഫ്ലുവന്റ് ആവുന്ന അല്ലെങ്കിൽ ടച്ച് ആവുന്ന അക്സെപ്റ്റബിൾ പ്രൊനൗൺസിയേഷനിലേക്ക് തന്നെ നമ്മൾ അതിനെ പഠിപ്പിച്ചു കൊണ്ടുവരണം. So model for learners. Secondly, teacher should have a good knowledge of the elements of spoken English and English phonetics. Spoken English എന്നുള്ള കുറെ വേർഡ്സും വൊക്കാബുലറിയും ഗ്രാമറും അറിഞ്ഞാൽ പോരെ, phonetics, and must be in the position to refer books and dictionaries that give information proper pronunciation. Proper pronunciationലെ books and dictionaries ഒക്കെ refer ചെയ്ത് we have to teach them. അപ്പോൾ ക്ലാസ് റൂം
classroom questions ആയിരിക്കും. Difficult question in the linguistic complex situation in India. It will be almost impossible to teach our children the standard pronunciation if the native speaker of English is the British or American. Native speakers അല്ലാത്തടത്തോളം this is the second language, another language ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ റിസൾട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോസിബിൾ ആണെന്ന് തന്നെ പറയുന്നു. എന്നിട്ടും അങ്ങനെ പഠിക്കുന്നവരില്ലേ എന്ന് ചോദിക്കുമ്പോൾ that is their talented skill. Then റിസീവ്ഡ് പ്രൊനൗൺസിയേഷനെ കുറിച്ച് നിങ്ങൾ ഫോണറ്റിക്സിൽ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവും. ഫോണറ്റിക്സിന്റെ ഒക്കെ ക്ലാസ് റിസീവ്ഡ് RP, റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്നൊരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ നമുക്കത് കേൾക്കുമ്പോൾ എങ്ങനെ വയബിൾ ആയിട്ടാണോ കേൾക്കാൻ പറ്റുന്നത്, ആ കേൾക്കുമ്പോൾ എങ്ങനെ വയബിൾ ആയിട്ടാണ് നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്, അതിന് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്നൊരു കൺസെപ്റ്റിൽ പറയും. ആൻഡ് ഇനിയും കുറെ മെത്തേഡ്സ് അതിൽ പറയുന്നുണ്ട്. AG Simpsonന്റെ ഇൻട്രൊഡക്ഷൻ പ്രൊനൗൺസിയേഷൻ ഓഫ് ഇംഗ്ലീഷ്, ഡാനിയൽ ജോൺസ് ഡിക്ഷണറി PD പറയുന്നുണ്ട്. ഓക്സ്ഫോർഡ് അഡ്വാൻസ് ലേണിംഗ് ഡിക്ഷണറി ഒക്കെ റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. ഏത് ബുക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാം, വായിക്കാം. ദെൻ ശരിക്കും പറഞ്ഞാൽ നോൺ നേറ്റീവ് സ്പീക്കേഴ്സിന് പഠിപ്പിക്കാൻ ഒരു ഡിക്ഷണറിയോ അല്ലെങ്കിൽ മെത്തേഡോ ഒരു പ്രോപ്പർ ഇത് അവൈലബിൾ അല്ല എന്ന് തന്നെ. ഡിഫറെന്റ് അവരവരുടെ ഒരു ലോക്കൽ പ്രൊഡക്ഷൻ മെത്തേഡിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗ്രാമർ കഴിഞ്ഞിട്ട്. ഈ ഗ്രാമർ കഴിഞ്ഞിട്ട് ഗ്രാമറിൽ തന്നെ ഫസ്റ്റ് പാർട്ട് ആർട്ടിക്കിൾസ് ആണോ പിന്നെയാണോ പാർട്സ് ഓഫ് സ്പീച്ച് വരുന്നത്, പാർട്സ് ഓഫ് സ്പീച്ച് കഴിഞ്ഞിട്ടാണോ ഡു ഫോർമേഷൻ വരുന്നത് എന്നുള്ളൊരു മെത്തേഡൊക്കെ അവരവരുടെ കൺവീനിയൻസിനനുസരിച്ച് അതിനൊരു മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നോൺ നേറ്റീവ് സ്പീക്കേഴ്സിനെ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന് there is no proper method. അതാണ് ശരിക്കുള്ള ഒരു പ്രോപ്പർ മെത്തേഡ് ഇല്ല. എന്നാൽ ഈ മെത്തേഡിലൊക്കെ ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡുകളിലൊക്കെ യൂസ് ചെയ്ത് നമുക്കൊരു നോൺ നേറ്റീവ് സ്പീക്കറിനെ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കാം, വെദർ ഇറ്റ് ഈസ് ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, വാട്ട് എവർ ഇറ്റ് മേ ബി. ആൻഡ് the Indian teacher of English has pointed out earlier can minimize the regional accent and make the classroom free from regional features. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അനദർ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മളുടെ റീജിയണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നും അതിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഇപ്പൊ ഫെസ്റ്റിവൽസ് ഒക്കെ എടുക്കുമ്പോൾ നാഷണൽ ഫെസ്റ്റിവൽസ് എടുക്കുക. ഒരിക്കലും നമ്മളുടെ ഇതിൽ മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസും അങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ കൽപ്പാത്തി തേര് എന്നൊരു ടോപ്പിക് ക്ലാസ്സിൽ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ കൊടുക്കുമ്പോൾ ദേ ഹാവ് ടു അതിന് എങ്ങനെയും അതിലൊരു ഒരു നേറ്റീവ് സ്പീക്കറിന് അതൊരു ടച്ച് ഓട്ടോമാറ്റിക്കലി വരും. അതിനെ ഒരു കൺവേർട്ട് ചെയ്ത് ചാരിയറ്റിന് ഒരു കൺവേർഷൻ ഒന്നും വരില്ല. ആ വേർഡ് അങ്ങനെ തന്നെ യൂസ് ചെയ്യുമ്പോഴാണ് അതിനൊരു ആ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ വേർഡ് അങ്ങനെ തന്നെ യൂസ് ചെയ്തായിരിക്കും പറയുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഇങ്ങനെ തീംസോ ഇത് സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും റീജിയണൽ ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്തുകൊണ്ട് പോയിന്റ്സ് സെലക്ട് ചെയ്യണമെന്ന് പറയും. ദെൻ ലാസ്റ്റില് പിന്നെ ഫോണറ്റിക്സ് പാർട്സ് ആണ് ഇനി വരുന്നതൊക്കെ. പേജ് നമ്പർ 80ക്ക് ശേഷമുള്ളതൊക്കെ ഫോണറ്റിക്സ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത പോർഷൻസ് ആണ് ഫോണറ്റിക്സ് പാർട്സ്. ഓർഗാൻസ് ഓഫ് സ്പീച്ച് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓർഗാൻസ് ഓഫ് സ്പീച്ചിൽ എന്താ സിലബൽ വേർഡ്സ്, ഓരോ ഫോണറ്റിക്സിന്റെയും കൺസണന്റ് ലെറ്റേഴ്സും വൊവൽ ലെറ്റേഴ്സും എന്താണ്, അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണ്, ഏതൊക്കെയാണ് കൺസണന്റ് സൗണ്ട്സ് എന്തൊക്കെയാണ്, വൊവൽ സൗണ്ട്സ് എന്തൊക്കെയാണ്, ആൻഡ് ഓരോ ലെറ്റേഴ്സും സിയിൽ എസ്. അപ്പൊ ഒരു അതിൽ തന്നെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള എസ് എന്നുള്ള ലെറ്ററിന് സിയില് ഷുഗറില്, ഡോഗ്സില്, വിഷൻ, സയൻസ്, സിസേഴ്സ്, ഇതിലെല്ലാം എസ് എന്നുള്ള ലെറ്റർ ഉണ്ട്. എസ് എന്ന ലെറ്ററിന്റെ പ്രൊനൗൺസിയേഷന്റെ ഡിഫറൻസ്. എസിന് തൊട്ടടുത്ത് ഇ വരുന്നുണ്ട്, എസിന് തൊട്ടടുത്ത് യു വരുന്നുണ്ട്, എസിന് മുന്നേ ലാസ്റ്റ് ലെറ്റർ ഒന്നും ഇല്ല, അതിന് മുന്നേ ജി വരുന്നുണ്ട്. വിഷനിൽ എസ്, ഐ മുന്നിലും ആഫ്റ്ററിലും ഐ എന്ന ലെറ്റർ വരുന്നത് കൊണ്ട് എസ് എന്നുള്ള പ്രൊനൗൺസിയേഷനെ മാറി ഷ് എന്നുള്ള സൈൻസ് എന്നുള്ള എസും സിയും വരുന്നതുകൊണ്ട് സൈൻ എന്നുള്ള സൗണ്ട് വരുന്നത്. ഇങ്ങനെ നമ്മൾ ഫോണറ്റിക്സിന്റെ ലെസണിൽ അതൊക്കെ പഠിച്ചതാണ്. അപ്പൊ ഓരോ സൗണ്ട്സിന്റെയും ആർട്ടിക്കുലേഷൻ എന്താണ്, ഓർഗാൻസ് ഓഫ് സ്പീച്ചിലൂടെ ഹൗ ടു ആർട്ടിക്കുലേറ്റ് എ സൗണ്ട്. ഒരു സൗണ്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓർഗാൻസ് ഓഫ് സ്പീച്ചിന്റെ ഏതൊക്കെ പാർട്ട് യൂസ് ചെയ്യും, എവിടെ നിന്നൊക്കെ, തൊണ്ടയിൽ നിന്ന് നാവിന്റെ എൻഡ് വരെയുള്ള ഏതൊക്കെ പാർട്ട് യൂസ് ചെയ്തിട്ടാണ് ഓരോ സൗണ്ടും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ആർട്ടിക്കുലേറ്ററി ഫോണറ്റിക്സ്, അക്വസ്റ്റിക് ഫോണറ്റിക്സ്, ഓഡിറ്ററി ഫോണറ്റിക്സ്, ഇങ്ങനെ 3 ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. സൗണ്ടിന്റെ പറയുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും കേൾക്കുന്നതും. പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്സ്, വേവ്സ് ഓഫ് ട്രാൻസ്മിഷൻ. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക, ഏറ്റവും എൻഡ് പാർട്ട് തൊണ്ടയുടെ ഉള്ളിൽ നിന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ വേവ് പാർട്സ്, ആ വേവ്സും ആ ഫ്രിക്ഷൻസും അതായത് ആ വൈബ്രേഷൻ ഒക്കെ ഉണ്ടാവുന്ന മിഡിൽ പാർട്ടും അത് ഫ്ലോ ആയി പുറത്തേക്ക് വരുന്ന റിസപ്ഷൻ, റിസീവിംഗ് പാർട്ട്. ഇങ്ങനെ 3 ഡിവിഷനിലൂടെയാണ് ഫോണറ്റിക്സിന്റെ ഇത് പോകുന്നത്. ലെവൽസ് പഠിക്കേണ്ടത്. ആ ലെവൽസ് ഒക്കെ അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. ഈ ടേബിൾ ഇപ്പൊ ഈ ബുക്കിൽ പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫസ്റ്റ് ഇയറിന്റെ ബുക്കിലുള്ള പിക്ചർ തന്നെയാണ് ഫോണറ്റിക്സിന്റെ ബുക്കിലുള്ള അതേ ടേബിൾ തന്നെയായിരിക്കും ഇതിൽ ഇട്ടിട്ടുണ്ട്. ആ ബൈ ലെവൽ, ലാബിയോ ഡെന്റൽ,
ഇന്റർഡെന്റൽ, അലിവോളർ, പ്ലാറ്റോ അലിവോളർ, പാലറ്റൽ, വെയിലർ, ഊവലർ, ഗ്ലോട്ടൽ. ആ വേർഡ്സ് ഒക്കെ ആ ടേബിളിൽ പഠിച്ചിട്ടുണ്ടാവും. ഓരോന്നിന്റെയും ആർട്ടിക്കുലേഷൻ എന്താണ്. ഇപ്പൊ ഗ്ലൂട്ടൽ എന്ന് പറയുന്നതിൽ ഏതൊക്കെ ഈ ഓർഗാൻസ് ഓഫ് സ്പീച്ചിൽ ഏതൊക്കെ പാർട്ടാണ് മൂവ് ചെയ്യുക. ഇതിൽ എല്ലാ പാർട്ടും എല്ലാ വേർഡ്സിന്റെയും എല്ലാ സൗണ്ട്സിന്റെയും പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യാം. മെയിൻ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ഓർഗാൻസ് ഓഫ് സ്പീച്ചിലെ എല്ലാ പാർട്സുകളും എല്ലാ സൗണ്ട്സിന്റെ പ്രൊഡക്ഷനിൽ വിൽ നോട്ട് യൂസ്. അപ്പൊ അതിൽ ഒരു പർട്ടിക്കുലർ സൗണ്ട് വിൽ ടേക്സ് ഒരു പാർട്ട് മാത്രമേ വൺ പർട്ടിക്കുലർ പാർട്ട് പ്രൊഡ്യൂസ് ആർട്ടിക്കുലേറ്റ് ദിസ് സൗണ്ട്. അപ്പൊ for which letter, which is the part of the which is the organ of the speech that we use to articulate this letter, അതാണ് നമ്മൾ ഇതിൽ പഠിക്കുക. ഈ ലെറ്റർ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഇതിൽ ഓർഗാൻസ് ഓഫ് സ്പീച്ചിൽ ഏതൊക്കെ പാർട്ട് ഹൗ എങ്ങനെയുള്ള ഫ്രിക്ഷനിൽ ഏത് ലെവലിൽ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് എയർ പാസേജ് ഏതായിരിക്കും, നോസ് ആയിരിക്കോ മൗത്ത് ആയിരിക്കോ എന്നുള്ള ആ ലെവലാണ് ഓരോ വേർഡിന്റെയും ഓരോ ലെറ്ററിന്റെയും പ്രൊനൗൺസിയേഷൻ ആണ് നമ്മൾ ഫോണറ്റിക്സിൽ പഠിക്കുക. ആൻഡ് എയർ സ്ട്രീം, ലങ്സിൽ നിന്നുള്ള എയർ സ്ട്രീമിന്റെ നോസിലൂടെ വരുമ്പോൾ ഒരു സൗണ്ട് എന്നുള്ള സൗണ്ടിന് ലിപ്സ് എല്ലാം മൂടിയിട്ട് എന്നുള്ള സൗണ്ട് വരുമ്പോൾ എയർ പാസേജ് നോസിലൂടെ മാത്രമായിരിക്കും. അപ്പോൾ ആ എന്നുള്ള എന്നുള്ള സൗണ്ട് വരുമ്പോൾ നോസ് ക്ലോസ്, നോസിലേക്കുള്ള എയർ പാസേജ് ക്ലോസ് ചെയ്തിട്ട് ഫുൾ സൗണ്ട് എയർ ഫ്രിക്ഷൻ ഫുൾ ആയിട്ട് മൗത്തിലൂടെ പാസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടങ്ങിന്റെ എൻഡ് ടീത്തിന്റെ എഡ്ജ് പാർട്ടിൽ എങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത്, ഇതെല്ലാം ഓരോ ലെറ്ററിന്റെ ആർട്ടിക്കുലേഷനിലും ആ ഓരോ ലെറ്ററിന്റെ ആർട്ടിക്കുലേഷനും ഓർഗൻസ് ഓഫ് ദ സ്പീച്ചിൽ ഏതൊക്കെ പാർട്ട് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ സൗണ്ടിന്റെയും പേരുകളാണ് ആ ഇത് 9 സൗണ്ട്സ് കൊടുത്തിരിക്കുന്നത്. അലിവോളർ, പ്ലാറ്റോ അലിവോളർ, പാലറ്റൽ, വെയിലർ, യൂവലർ, ഗ്ലോട്ടൽ തുടങ്ങിയ ഓരോ സൗണ്ട്സും കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതില് അപ്പൊ ഇങ്ങനെ എല്ലാ സ്പീച്ച് സൗണ്ട്സിനെയും സ്റ്റേറ്റ് ഡയറക്ഷൻ ഓഫ് ദ എയർ സ്ട്രീം, ഈ എയർ സ്ട്രീമിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. എയർ സ്ട്രീം ഇസ് പുഷ്ഡ് ഔട്ട് സൈഡ് എക്സ്പ്ലോസീവ്, സൈഡ് എക്സ്പ്ലോഷർ ഉണ്ട്, പുഷ്ഡ് ഔട്ട് ഉണ്ട്. ഇങ്ങനെ സൈഡിൽ എക്സ്പ്ലോഷൻ, നാവ് ഇങ്ങനെ മുകളിൽ ടച്ച് ചെയ്യുമ്പോൾ സൈഡിലേക്ക് എയർ പാസേജ് വരുന്ന സൗണ്ട്സ് ഉണ്ട്. ദ എന്നൊക്കെ പറയുന്ന സൈഡ് എക്സ്പ്ലോഷേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ ഉണ്ട്. ഓരോന്നിന്റെയും ക്രിയേഷൻസ് എന്തൊക്കെയാണ്, അപ്പൊ അവിടെ എന്തൊക്കെ വോവൽ സൗണ്ടുകളും എന്തൊക്കെ കൺസണന്റ് സൗണ്ട്സുകളും യൂസ് ചെയ്യും, വോവൽസും കൺസണൻസും ഏതൊക്കെയാണ്, കാർഡിനൽ വോവൽസ് എന്തൊക്കെയാണ്. കാർഡിനൽ വോവൽസിന്റെ ലെസൺ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ, ഇമ്പോർട്ടന്റ് ഒന്നും അല്ല എന്നാലും കാർഡിനൽ സൗണ്ട്സിന്റെ യൂസേജ് എന്താണ്, ഹൈ ലോവർ ഹൈ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഡിഫ്തോങ്സ്, ഡിഫ്തോങ്സ് പറയുന്ന വോവൽ സൗണ്ടിന്റെ ഗ്ലൈഡ്, കോമ്പിനേഷൻ ഓഫ് എ വോവൽ ആൻഡ് എ ഗ്ലൈഡ്. ഒരു വോവൽ സൗണ്ടിന്റെ യൂസേജും അതിന്റെ ഗ്ലൈഡ് എങ്ങനെയാണ്, സ്ലോപ്പ് എങ്ങനെയാണ്, ആ സ്ലോ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നതിൽ ഏത് സൗണ്ടിലേക്കാണോ ഗ്ലൈഡ് ഉള്ളത്, ആ ഗ്ലൈഡിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. പിന്നെ കൺസണൻസ് വോവൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കോമൺ സ്പെല്ലിംഗ്, ലിസ്റ്റ് ഓഫ് ദ സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് അലോങ് വിത്ത് ദെയർ കോമൺ സ്പെല്ലിംഗ്. അപ്പൊ ഈ ടേബിൾ, ഈ പേജ് നമ്പർ 86 കൊടുത്തിരിക്കുന്ന ഈ ടേബിൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ബുക്കിൽ ഉണ്ടായിരുന്ന കൺസണന്റ് ചാർട്ട് തന്നെയാണ്. ഓരോ ലെറ്ററിലും അല്ലേ, ലെറ്റേഴ്സ് ഡിഫറൻസ് ഉണ്ട്, ടേബിൾ അത് തന്നെയാണ്. സ്റ്റോപ്സും വോയിസ്ലെസ്സും വോയിസ്ഡും അഫ്രിക്കേറ്റ്സും ഒക്കെ ലേബൽ ബൈ ലേബൽ ലാബിയോഡെന്റൽ അല്ലെ, ടേബിൾ അത് തന്നെയാണ്. ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സ് മാറിയിട്ടുണ്ടാവും തോന്നുന്നു, യൂസേജ് മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സെന്റൻസ് തന്നെ സിമ്പിൾ ഓക്സ്ഫോർഡ് അഡ്വാൻസ് ലേണർ ഡിക്ഷണറി ഓഫ് ഗ്രാമറിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ലെറ്ററിന്റെയും പ്രൊഡക്ഷന് നമ്മൾ എന്തൊക്കെ ഓർഗാൻസ് യൂസ് ചെയ്യുന്നതിന്റെ പേരെന്താണ്, ആ പേരിന്റെ ഈസി ആയിട്ട് തന്നെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലെറ്റർ ക്ലാസ് ഫുൾ എടുക്കേണ്ടി വരും. ഡിഫ്തോങ്സ്, കൺസണന്റ് സ്റ്റോപ്സ്, അഫ്രിക്കേറ്റ്സ്, ഫ്രിക്കേറ്റീവ്സ് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൺസണന്റ് ക്ലസ്റ്റേഴ്സ് വരെയുള്ള പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. നേസൽ സൗണ്ട്സ് ഉള്ള സൗണ്ട്സ് ഒക്കെ നേസൽ സൗണ്ട്സ് ആണ്. മീറ്റ്, സമ്മർ, ഡംപ്. ഇതിനെയൊക്കെ തന്നെ എക്സാമ്പിൾസ് ഓരോ ഹെഡിങ്ങിനും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് എഴുതുന്നത്. കൺസണന്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് രണ്ട് ജോയിന്റ്സ്, രണ്ട് കൺസണൻസ് തമ്മിൽ ജോയിന്റ് ആയിട്ട് ഇങ്ങനെ രണ്ട് വേർഡ്സ് ലെറ്റേഴ്സ് തമ്മിൽ ജോയിന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സുകൾ. അപ്പൊ ഒരു ലെറ്ററിന്റെ ഫൊണറ്റിക്സിൽ വരുന്ന ഒരു ലെറ്ററിന്റെ സൗണ്ട് ഓർഗാൻസും മാത്രമല്ല അവിടെ യൂസ് ചെയ്യുക, രണ്ട് ലെറ്റേഴ്സിന്റെ ജോയിന്റ് ആയിട്ട് സൗണ്ട് ഓർഗാൻസ് ഒക്കെ രണ്ട് ലെറ്റേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ രണ്ട് ലെറ്റേഴ്സും കൂടെ ജോയിന്റ് ആയിട്ട് അതിന്റെ ഒരു മിഡിൽ പാർട്ട് കട്ട് ആയിട്ട് രണ്ട് ലെറ്റേഴ്സും കൂടെ ജോയിന്റ് ആയിട്ട് ഒരു സിംഗിൾ വേർഡ്, സ്പിന്നിന്റെ പ എന്നുള്ളതിന്റെ സെക്കൻഡ് ഹാഫും
എസിന്റെ ഫസ്റ്റ് ഹാഫും കൂടെ ജോയിന്റ് ആയിട്ട് ഒന്നിന്റെ സെക്കൻഡ് ഹാഫും ഒന്നിന്റെ ഫസ്റ്റ് ഹാഫും കട്ടായി പോയിട്ട് രണ്ടും കൂടെ ജോയിന്റ്. അപ്പൊ അതിനെയാണ് കൺസണന്റ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സ്പെല്ലിംഗ് എന്തൊക്കെയാണ്, ഒരു പ്രൊനൗൺസിയേഷന്റെ സ്പെല്ലിംഗ്. മോസ്റ്റ്ലി ഇംഗ്ലീഷിൽ ആ സ്പെല്ലിംഗ് വെച്ചിട്ട് നമുക്ക് ഒരു പ്രൊനൗൺസിയേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്പെല്ലിങ്ങിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ സ്പെല്ലിങ്ങിൽ ബേസ് ചെയ്ത് പ്രൊനൗൺസിയേഷൻ വരുന്നത് ഈ ഫോണറ്റിക്സിന്റെ ബേസിലാണെന്നുള്ളത് ആണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് നേരത്തെ ബട്ട് ബുട്ട് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സ്പെല്ലിങ്ങിന്റെ യു എന്നുള്ളതിന് എപ്പോഴും അതേ ഫോണറ്റിക്കൽ അതേ ഓർഗാൻസ് തന്നെ യൂസ് ചെയ്ത് അതേ സൗണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് വരുന്ന ലെറ്റേഴ്സിനെ ബേസ് ചെയ്ത് ഡിപ്പെൻഡ്സ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇതിന്റെ സൗണ്ടിന് ഡിഫറൻസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലെ ഒരേ ലെറ്ററിന് തന്നെ ഡിഫറെന്റ് സൗണ്ട്സ് ഉണ്ടാവും. ഡിഫറെന്റ് ലെവൽസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു ലെറ്റർ തന്നെ വേറൊരു വേർഡിൽ വേറൊരു പ്രൊനൗൺസിയേഷൻ ആയിരിക്കും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ തൊട്ടടുത്തിരിക്കുന്ന ലെറ്റേഴ്സിന്റെ എഫക്റ്റ് കൊണ്ട് ഈ സൗണ്ട്സിന് ഡിഫറൻസസ് വരുമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ പ്രൊസോഡിക് ആൻഡ് സൂപ്പർ സെഗ്മെന്റൽ ഫീച്ചേഴ്സ്, അവിടെ റിതം ഇന്റോണേഷൻ അതൊക്കെയാണ് വരിക. സൂപ്പർ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ലെറ്റേഴ്സിന്റെയും വേർഡ്സിന്റെയും ഒക്കെ പ്രൊഡക്ഷൻ ഈ ഓർഗാൻസ് ഓഫ് ദ സ്പീച്ച് യൂസ് ചെയ്ത് നമ്മളുടെ സൗണ്ടിന്റെയും പാർട്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് വന്നാൽ മാത്രം പോരാ, അതിന്റെ ആ റിതം കീപ്പ് ചെയ്യുന്നത് പോലെ. ഇപ്പൊ ഞാൻ നേരത്തെ വായിച്ച സ്ട്രെസ് റിതം ഇന്റർനേഷൻ ഫീച്ചേഴ്സ് ആൻഡ് സൂപ്പർ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് കൺസിഡർ വാട്ട് ദി മേ കോൾ, ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ മാത്രം ഒന്നും മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതിന്റെ റിതം ടോൺ എന്നുള്ളത് ആസ് പെർ ദ വേർഡ്സ് മീനിങ്, ആസ് പെർ ദ മീനിങ് ഓഫ് ദ വേർഡ്, ആ വേർഡിന്റെ മീനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്ത് റിതം ആൻഡ് ടോൺ ഇങ്ങനെ കയറിയും ഇറങ്ങിയും ഇരുന്നെങ്കിൽ നമുക്ക് വി കൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ടോപ്പിക്, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് പ്രോസസ് ഉണ്ടാവുള്ളൂ. ടീച്ചിങ് ആൻഡ് ലേണിംഗ് സ്പോക്കൺ ഇംഗ്ലീഷ്. സോ സൂപ്പർ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് ആർ ഇമ്പോർട്ടന്റ് ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇംഗ്ലീഷ്. അപ്പൊ നമുക്ക് വേർഡ് പ്രൊഡക്ഷൻ നമ്മൾ സാധാരണ റിതമും ടോണും വൊക്കാബുലറീസും ഒക്കെയാണ് ആദ്യം പഠിക്കുക. പിന്നീടല്ലേ നമ്മൾ ഫോണറ്റിക്സ് MA-യിലല്ലേ പഠിക്കുന്നുള്ളൂ. ഇംഗ്ലീഷിനൊന്നും ഫോണറ്റിക്സ് പഠിക്കുന്നില്ല. അപ്പോൾ ഫോണറ്റിക്സ് എന്നുള്ള സൗണ്ടിന്റെ അതിന്റെ എല്ലാം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അതിന്റെ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴാണ് സൗണ്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിൽ മേ ബി, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് മേ ബി PUT-യിലും BUT-യിലും യു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ പുട്ടെന്ന് അവിടെ ബട്ടെന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയാൻ പറ്റണമെന്നില്ല. യു രണ്ടിലും യു ആണ് വരുന്നത്. അപ്പൊ യുവിന്റെ പ്രൊനൗൺസിയേഷൻ എന്തുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെയും അതിൽ ആന്ന് വരുന്നത് ഇതിൽ യുന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഫോണറ്റിക്സിന്റെ ഒരു ബേസിക് തിയറി, ഈ സൗണ്ട് ഓർഗാൻസും ഇതിനെ യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ അതേപോലെ സൗണ്ട്സ് നമ്മളുടെ പാർട്സ് ഓഫ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്മളുടെ ബോഡിയിലുള്ള ഓർഗാൻസ് യൂസ് ചെയ്യുന്നതിന്റെ മെത്തേഡും എയർ പാസേജിന്റെ സ്ട്രെയിൻസിനുള്ള ഇമ്പോർട്ടൻസും, ഇങ്ങനെ രണ്ട് ലെറ്റേഴ്സിനെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന രണ്ട് ലെറ്റേഴ്സിന്റെ ഡിപ്പെൻഡൻസ് എന്തൊക്കെയാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിനെ ജോയിൻ ചെയ്യുമ്പോൾ കൺസണന്റ് ക്ലസ്റ്റേഴ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൗണ്ടിന്റെ പ്രൊഡക്ഷൻ മാറി പോകുന്നതും ഫോണറ്റിക്സിന്റെ ഒരു ബേസിക് തിയറി മനസ്സിലാക്കിയാലേ നമുക്ക് രണ്ട് വേർഡിൽ ഒരേ ലെറ്റർ തന്നെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ സൂപ്പർ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചിട്ടാണ് ശരിക്കും ഇതിന്റെ പ്രൊഡക്ഷനിലേക്ക് വരുന്നത് ആണല്ലോ. ഇത്രയും PG-യിലേക്ക് വരുമ്പോഴല്ലേ ഫോണറ്റിക്സ് ലെവലിലേക്ക് പഠിക്കുന്നുള്ളൂ. അതിന് മുന്നേ നമ്മൾ വൊക്കാബുലറിയും ഗ്രാമറും അതിന്റെ മെത്തേഡ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ. അപ്പൊ ടോൺ ഇത് മാത്രമല്ല ഇമ്പോർട്ടൻസ്, സൗണ്ടിന്റെ ഈ പ്രൊഡക്ഷൻ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിരുന്നാൽ മാത്രം പോരാ, ആ ഫ്ലോ റിതം ഒക്കെ കറക്റ്റ് ആയിരുന്നാലേ ലാംഗ്വേജ് പൂർണ്ണമാവുന്നുള്ളൂ, കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പൊ സിലബിൾസ് ഒക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ. വീക്ക് ഫോം സ്ട്രെസ് ഫോംസും ഉണ്ട് ഇതില്. ആ ഫ്ലോ 20 എന്നൊക്കെ പറയുന്ന പോലെ വീക്ക് ഫോംസും സ്ട്രെസ് ഫോംസും ഉണ്ട്. അപ്പൊ നമ്മളുടെ ലാംഗ്വേജിന്റെ ഇഫക്റ്റ് കൊണ്ട്, മദർ ടങ്ങിന്റെ ഇഫക്റ്റ് കൊണ്ട് പലപ്പോഴും ലാംഗ്വേജസിൽ മാറിപ്പോവും, ലാംഗ്വേജസിന്റെ യൂസ് മാറിപ്പോവും, അല്ലെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ എയർ പാസേജ് അല്ലെങ്കിൽ ഓർഗാൻസ് യൂസ് ചെയ്യുന്നത് മാറിപ്പോകും. അതാണ് പറഞ്ഞത് ടങ്ങിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ 20 നമ്മളൊക്കെ 20 എന്ന് പറയുന്നതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ടി, അവിടെയും ടി ആണ് ഇവിടെയും ടി. സ്ട്രെസ് സിലബലാണ്. അപ്പൊ സ്ട്രെസ് സിലബിൽ നമ്മൾ ഒന്നിന് മാത്രമേ സ്ട്രെസ് കൊടുക്കുള്ളൂ. 20-ല് ഫസ്റ്റ് മാത്രമേ സ്ട്രെസ് കൊടുക്കുള്ളൂ. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഈസി ആയിട്ട് പറയാം. അവിടെ ഡി ആണോ സ്പെല്ലിംഗ് പോലും തെറ്റിദ്ധരിക്കും. 20, 21, 22 സാധാരണയായിട്ട് പറയുമ്പോൾ അങ്ങനെയാ പറയാം. അപ്പൊ അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ 20, രണ്ടും ടി ആണ്. രണ്ടിന്റെയും സിലബിൾസ് വരുന്നതും ക്ലസ്റ്റേഴ്സ് വരുന്നതും സ്ട്രെസ് ഫോംസ് തന്നെയാണ്. അപ്പൊ 20 ഉള്ള പാർട്ടിൽ തന്നെയാണ് വരിക. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ വേർഡുകളും അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടോ അതാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് വീക്ക് ഫോംസും സ്ട്രെസ് ഫോംസും നമ്മൾ കറക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ. അപ്പൊ വീക്ക് ഫോംസും സ്ട്രെസ് ഫോംസിന്റെയും ഫോണറ്റിക് സിമ്പിൾസ് എന്തൊക്കെയാണ്. സിമ്പിൾസ് അറിയണമെന്നൊന്നുമില്ല. സിമ്പിൾസ് നമുക്ക്
പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി സിമ്പിൾസിന്റെ ടേബിൾ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. സിമ്പിൾസ് എഴുതി തന്നെ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഫസ്റ്റ് ഇയറിലായിരുന്നു ആ ടേബിളിന്റെ പ്രസന്റേഷൻ ഒക്കെ മാർക്കും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ സിമ്പിൾസ് നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല, സിമ്പിൾസ് അല്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിച്ചോളണം എന്നൊന്നുമില്ല. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഈ സൗണ്ടിനെ എങ്ങനെ എഴുതും, ഈ സൗണ്ടിനെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. എന്നുള്ള സൗണ്ടിന് എ എന്നുള്ള സൗണ്ടിന് എ അല്ല പ്രൊനൗൺസിയേഷൻ, അത് ഇതിലൂടെ വരുമ്പോൾ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞു തരാൻ പറ്റും. അത് എങ്ങനെ എഴുതാൻ പറ്റും, ആ എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫോണറ്റിക് സിമ്പിൾസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് വേറൊരാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബുക്സിൽ എഴുതി വെച്ച് അതൊരു തിയറി ആക്കി മാറ്റാൻ, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ഫോംസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി, അതിനു വേണ്ടി മാത്രം. അല്ലാതെ നമുക്ക് യൂസിന് ഇങ്ങനെ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാറൊന്നുമില്ല. റിട്ടേണിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ല ഇത്. ഓറൽ ലാംഗ്വേജിന് സപ്പോർട്ടീവ് ലാംഗ്വേജ് ആയിട്ടാണ് ഫോണറ്റിക്സ് സിമ്പിൾസിനെ ഉപയോഗിക്കാറുള്ളത്. സ്ട്രെസ് പ്ലേസ്മെന്റ്, സ്ട്രെസ് പ്ലേസ്മെന്റ് എവിടെയൊക്കെയാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വീക്ക് എവിടെയൊക്കെയാണ്, ലോ ആയിട്ട് പറയേണ്ട വാക്കുകൾ എവിടെയൊക്കെയാണ്, വേർഡ്സിന്റെ എക്സാമ്പിൾസ് ആണ് ബുക്ക് ഫുൾ കൊടുത്തിരിക്കുന്നത്. വേർഡ്സിന്റെ എക്സാമ്പിൾസ് ആണ് ബുക്ക് ഫുൾ. തേർഡ് സിലബൽ, സെക്കൻഡ് സിലബൽ എവിടെയാണ് സ്ട്രെസ് കൊടുക്കേണ്ടത്. ഒരു വേർഡിന്റെ സിലബൽ എന്ന് പറയുന്നത് പാർട്ട്, ഒരു വേർഡിനെ തന്നെ പാർട്ട് ആക്കി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒരു ലെറ്റർ അല്ല, ഒരു ലെറ്ററിന്റെ പ്രൊനൗൺസിയേഷന്റെ കോമ്പിനേഷനെ പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് സിലബിൾസ് ആക്കിയിട്ട് അതിൽ ഫസ്റ്റ് സിലബിലാണോ സെക്കൻഡ് സിലബിലാണോ തേർഡ് സിലബിലാണോ സ്ട്രെസ് കൊടുക്കേണ്ടത്, വീക്ക് ഫോം എവിടെയാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടാണോ എല്ലാവരും സംസാരിക്കുന്നത് ചോദിച്ചാൽ ആയിരിക്കണമെന്നില്ല. ബട്ട് നമുക്ക് ഇതിന്റെ ബേസിക് തിയറി അറിഞ്ഞിരിക്കണം. ബേസിക് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഇതിലും ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഡീറ്റെയിൽ ആയിട്ട് മാത്രം ഒന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ ബേസിക്സ് നമ്മൾ പ്രൊനൗൺസിയേഷന്റെ പാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫറെന്റ് സിലബസിന് സ്ട്രെസ്സും വീക്ക്നെസ്സും കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയേണ്ടത്, പ്രൊനൗൺസ് ചെയ്യേണ്ടത്, പാർട്സ് ഓഫ് സ്പീച്ചിൽ ഐ മീൻ ഓർഗാൻസ് ഓഫ് സ്പീച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സ്ട്രെസ് അതിന്റെ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. വേർഡ് സ്ട്രെസ് എഫക്ട്സ് മീനിങ് ആൻഡ് ഫങ്ഷൻ ഓഫ് ദ വേർഡ് ഇൻ ഇംഗ്ലീഷ്. വേർഡ് സ്ട്രെസ് മാറുമ്പോൾ മീനിങ് തന്നെ മാറിപ്പോകും എന്ന് പറയുന്നു. Project meant for rural development, stress on the first syllable noun. This projects meant for rural development. അപ്പൊ റൂറൽ ഡെവലപ്മെന്റിനാണോ ദിസ് പ്രോജക്ട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ള സ്ട്രെസ് മാറുമ്പോൾ നമുക്ക് എവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള സ്ട്രെസ് മാറുമ്പോൾ അതിന്റെ മീനിങ് മാറിപ്പോകും എന്ന് പറയുന്നതിന്റെ കാരണം അവിടെ എവിടെ എംഫസിസ് കൊടുത്ത് പറയുന്നു അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയേണ്ട. അപ്പൊ അതിന് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി അറിഞ്ഞിരിക്കണം. This is a conflict of ideology in the party. അപ്പോ കോൺഫ്ലിക്റ്റ് ഓഫ് ഐഡിയോളജി, ഇത് ആകെ ഒരു പാർട്ടിയിൽ തന്നെ ആകെ ഒരു കോൺഫ്ലിക്റ്റ് ആണെന്നാണോ, ഐഡിയോളജിക്കുള്ള കോൺഫ്ലിക്റ്റ് ആണോ, അതിനകത്തുള്ള കോൺഫ്ലിക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് സ്ട്രെസ്സിന് ഐഡിയോളജി ഓഫ് കോൺഫ്ലിക്റ്റ് ഓഫ് ഐഡിയോളജിക്ക് സ്ട്രെസ് കൊടുക്കുമ്പോഴാണ് ഐഡിയോളജിയുടെ കോൺഫ്ലിക്റ്റ് ആണെന്ന് മനസ്സിലാവുള്ളൂ. ദിസ് ഇസ് എ കോൺഫ്ലിക്റ്റ്. അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഐഡിയോളജി ഇൻ എ പാർട്ടി എന്ന് പറയുമ്പോൾ അതിന് സ്ട്രെസ് മാറിപ്പോകും. ഇതാകെ ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് ആണെന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറിപ്പോ. അപ്പൊ എവിടെ സ്ട്രെസ്, വേർഡിന്റെ സ്ട്രെസ്സിൽ ഇമ്പോർട്ടൻസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സെന്റൻസ് സ്ട്രെസ്സിലേക്ക് വരുമ്പോൾ സെന്റൻസിൽ എങ്ങനെ എവിടെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിൽ എവിടെ സ്ട്രെസ് കൊടുത്ത് പറയണം, സെന്റൻസിന് എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, സെന്റൻസ് പ്രസന്റ് ചെയ്യുമ്പോൾ അതിലും ഇങ്ങനെ സിഗ്സാഗ് ഉണ്ടല്ലോ, നമ്മളുടെ എക്സ്റേ ലെവൽ പോലെ സിഗ്സാഗിലാണ് സെന്റൻസിന്റെ പ്രസന്റേഷൻ. നമ്മളുടെ വോയിസ് ഒക്കെ അങ്ങനെയാണ് സഞ്ചരിക്കുക, ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് കയറിയും ഇറങ്ങിയും, സൗണ്ട്സിന്റെ പ്രൊനൗൺസിയേഷൻ കയറിയും ഇറങ്ങിയും. ഇതിന്റെ വോയിസ് റെക്കോർഡ് കേട്ട് നോക്കും, എന്റെ സൗണ്ട് ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിഗ്സാഗ് ആവശ്യമാണ്, നെസസറി ആണ്, നമുക്ക് സൗണ്ട് പ്രൊഡക്ഷന് ആവശ്യമാണ്. അപ്പൊ ടോൺ, അതിന് ഇൻടോണേഷൻ, ഇംഗ്ലീഷിലുള്ള ടോൺ ഇങ്ങനെ മാറിയിരിക്കുക. ഒരേ ടോണിൽ ഇരിക്കുമ്പോൾ റീഡിങ്ങിന് മാത്രമേ നോ ലാംഗ്വേജ് ഇൻ ദ വേൾഡ് ഈസ് സ്പോക്കൺ ഓൺ എ മോഡറേറ്റ്, ഇത് ഒരേ ലെവലിലാണ്, നോ ടോൺ ചേഞ്ച്. ടോൺ ചേഞ്ച് ഇല്ലാതെ ഇരിക്കുന്നത് റീഡിങ്, ന്യൂസ് റീഡിങ്ങും കൂടെ ഇതില്ലാത്ത, ടോൺ ചേഞ്ച് ഇല്ലാത്തതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊരു ന്യൂസ് റീഡിങ്ങിൽ കൂടെ ഉണ്ട്, ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ലെവൽ, അതിനേക്കാളും ടോൺ ചേഞ്ച് ഇല്ലാത്ത ലെവലിൽ പോകുമ്പോഴേക്കും അത് റീഡിങ്ങിനും അപ്പുറം പോകും. അത് ഒന്നും മനസ്സിലാവും, നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല വേർഡിന്റെ മീനിങ്ങോ സ്ട്രെസ്സോ വീക്ക്നെസ്സോ. എവിടെയും സെന്റൻസിനോ വേർഡിനോ വീക്ക് ഫോംസോ സ്ട്രെസ് ഫോംസോ ഒന്നും യൂസ് ചെയ്യാതെ, ടോണും ഇന്റർനേഷനും ഒന്നും യൂസ് ചെയ്യാതെ ഒരു ലാംഗ്വേജിനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. കേട്ടത് കൊണ്ടോ ഒരാൾ പറഞ്ഞത് കൊണ്ടോ റീഡ് ചെയ്തത് കൊണ്ടോ മറ്റൊരാൾ റീഡ് ചെയ്തതും നമ്മൾ കേട്ടത് കൊണ്ട് നമുക്ക് ലാംഗ്വേജിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ മറ്റൊരാൾക്ക് മനസ്സിലാവാനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേറെ ആൾക്ക് മനസ്സിലാവണമെങ്കിൽ അതിന്റെ ടോണും ഇന്റർനേഷനും ഒക്കെ കറക്റ്റ് ഫോമിൽ, വീക്ക് ഫോം എവിടെയാണ്, സ്ട്രെസ് ഫോംസ് എവിടെയാണ്, പ്രൊനൗൺസിയേഷൻ എവിടെയാണ്, കറക്റ്റ് സ്ട്രെസ് സിലബിൾസ് എവിടെയാണ്, ഏത് സിലബിൾസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വി ഹാവ് ടു യൂസ്. അത് യൂസ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചിങ് മെത്തേഡ്സിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന്റെ
ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന് ഇമ്പോർട്ടൻസ് എന്താണ്, ടീച്ചിങ് മെത്തേഡ്സിലുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെ, ഡിഫറെന്റ് മെത്തേഡ്സ്, ഡയറക്റ്റ് മെത്തേഡ് എന്ന് തുടങ്ങി ബൈലിംഗ്വൽ മെത്തേഡ്സ് വരെയുള്ള എന്തൊക്കെ മെത്തേഡ്സുകൾ യൂസ് ചെയ്തു, അതിൽ ആസ് പെർ ദ സിറ്റുവേഷൻസിൽ, പിന്നെ പാർട്സ് ഓഫ് സ്പീച്ച് എങ്ങനെയൊക്കെ, ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സ്പീച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സ്പീച്ച് സംസാരിക്കുന്ന ആ പാർട്ടിൽ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന പാർട്ടിന് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ്, ഓർഗൻസ് ഓഫ് ദ സ്പീച്ചിന്റെ ഇമ്പോർട്ടൻസും ഫോണറ്റിക്സും സിലബിൾസും സ്ട്രെസ്സും വീക്ക്നെസ്സും ടോൺ ഇന്റർനേഷൻ തുടങ്ങിയ ഈ ഇമ്പോർട്ടൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഡിഫിക്കൽട്ടീസ് ഓഫ് ഇന്ത്യൻ ലേണേഴ്സ് ലേണിംഗ് ഇംഗ്ലീഷ്, സ്ട്രെസ്, റിതം ആൻഡ് ഇന്റർനേഷൻ. നേരത്തെ പറഞ്ഞ പോലെ വേർ ആർ യു ഗോയിങ് ഇന്ത്യൻ ഇംഗ്ലീഷ് പറയുമ്പോൾ നോർമൽ ടോൺ ആയിരിക്കും ഉണ്ടാവുക. ഇംഗ്ലീഷ് പറയുമ്പോൾ വേർ ആർ യു ഗോയിങ്, ആ ടോൺ മാറി ഏറി കുറഞ്ഞ് ടോൺ ഇങ്ങനെ കയറി കുറഞ്ഞു വരും. അപ്പൊ അതിന്റെ ഒരു ടോൺ ഇന്ത്യൻ ഇംഗ്ലീഷ് നീ പഠിക്കേണ്ടത് ആ ഒരു ടോണിന്റെ സിങ്സ് ആണ്. ദിസ് ഇസ് ജനറൽ സിങ് സോങ് ഇംപ്രഷൻ ഇൻ ദ ഇന്റർനേഷൻ ഓഫ് ഇന്ത്യൻ English. This is also a result of syllable time character that is transferred from Indian languages to their English. Indian language il ninnu English like transfer cheyyunnondana ee tone ingane maariyirikkunnathu. And this can cause English is not found in Indians. Typical rising intonation of questions in English is not found in Indians. Raising intonation of questions lonnum why English is question cheyum why, where, stress itrayennilla nammal cheyum why are you late etraye choyikkarullo, avaru question choyikkum why what happened, അത്രയും സ്ട്രെസ് കൊടുത്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ ഇന്ത്യൻ ഇംഗ്ലീഷ് നമ്മളുടെ ലാംഗ്വേജിന്റെ എഫക്റ്റ് ആണ്. അത് നമ്മുടെ ലാംഗ്വേജ് നമ്മൾ അങ്ങനെയാണ് ഈ മലയാളത്തിന് യൂസ് ചെയ്യുന്നത് ആയതുകൊണ്ടായിരിക്കാം, നമ്മളുടെ ലാംഗ്വേജിന്റെ എഫക്റ്റ് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് അവർക്ക് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആണ്. ഒറിജിനൽ ഈ ലാംഗ്വേജിന്റെ ഒറിജിനൽ ഓണേഴ്സ് കേൾക്കുമ്പോൾ ഇതിന്റെ യൂസേജ്, ഇന്ത്യൻസ് യൂസ് ചെയ്യുന്ന മെത്തേഡ് കാണുമ്പോൾ ഇത് അവർക്ക് ഭയങ്കര കൺഫ്യൂസിങ്, അല്ലെങ്കിൽ ഒരു അവർക്ക് നല്ല പുതിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിന്റെ ടോൺ, അതിന്റെ ആ ലെവൽസും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ എന്നാണ് ഇതിൽ കൺക്ലൂഷനിൽ പറയുന്നത്. ഇതിൽ വാട്ട് ആർ ദ 4 സ്കിൽസ് എന്നാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിലെല്ലാം ലാംഗ്വേജിന്റെ 4 സ്കിൽസ് മാത്രമേ ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് എഴുതണം. സിലബൽ ഒക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ടൈപ്സ് ഓഫ് ഇന്റർനേഷൻ, ടോൺ ആൻഡ് ഇന്റർനേഷൻ, ദ റൂൾസ് ഓഫ് സ്ട്രെസ് പ്ലേസ്മെന്റ് ഇൻ ഇംഗ്ലീഷ്, ഇങ്ങനെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്തൊരു ക്വസ്റ്റ്യൻ ആണ് വരിക. ലാംഗ്വേജിന്റെ യൂസേജ് അല്ലെങ്കിൽ മെത്തേഡും ടെക്നിക്കും തുടങ്ങി ഇമ്പോർട്ടൻസ് ഓഫ് സ്പീച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു ലാംഗ്വേജിന്റെ സംസാരിക്കുന്ന പാർട്ടിലുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഏത് ലാംഗ്വേജ് ആയാലും ആ സ്പീച്ച് എന്നുള്ള പാർട്ടിൽ സംസാരിക്കുന്ന പാർട്ടിലുള്ള ഇമ്പോർട്ടൻസ്, സൗണ്ട്സിന്റെ ഇമ്പോർട്ടൻസ്, ടോണിന്റെ ഇമ്പോർട്ടൻസ്, ഫ്ലക്ച്വേഷൻസിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം എഴുതാൻ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് തുടങ്ങുമ്പോൾ കുറെ പേരുണ്ടാവും, ക്ലാസ് കഴിയാറാകുമ്പോൾ എൻഡിൽ ഇങ്ങനെ ലീവ് ചെയ്ത് പോയിട്ടുണ്ടാവും കുറെ പേര്. നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കാം, ടൈമിന്റെ പ്രോബ്ലം ആയിരിക്കാം, വീട്ടിലെല്ലാവരും ബിസി ആയിരിക്കും. അപ്പൊ കുറച്ച് ദിവസങ്ങളെ നമുക്കുള്ളൂ. ഉള്ള ബുക്ക് പറ്റുന്ന ടഫ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് കവർ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഷേക്സ്പിയറിന്റെ സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. നമ്മൾ ഇനി 5-6 ദിവസം കൂടി എക്സാമിനുള്ളൂ. അപ്പൊ അവർക്ക് ഏതൊക്കെ ക്ലാസ്സുകൾ എടുക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതൊക്കെ ക്ലാസ്സുകൾ, ക്ലാസ് ആയിട്ടല്ല നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ തരുന്ന ഒരു ടച്ച്, ഒരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ക്ലാസ് എന്ന് പറയുന്നത് കോൺടാക്ട് ക്ലാസ് മാത്രമാണ്. അപ്പൊ അതിലൊരു ജസ്റ്റ് ഒരു റീഡിങ് അല്ലാതെ ഒരു ജസ്റ്റ് പോയിന്റ്സ് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ് ആവുന്നുണ്ടെന്നുള്ള സജഷൻസ് പറഞ്ഞോളൂ. ഇതിൽ വേറെ ഏതെങ്കിലും ബുക്ക്, ഈ ബുക്ക് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ബുക്കും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഫാസ്റ്റ് ആക്കണം. വേറെ ഏതെങ്കിലും ബുക്ക് കൂടി ക്ലാസ് എടുക്കാനുണ്ടെങ്കിൽ ഒന്നുകൂടി ഫാസ്റ്റ് ആക്കണം. അപ്പൊ അതെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഷേക്സ്പിയറും സ്റ്റോറീസ്, കോമൺവെൽത്ത് ലിറ്ററേച്ചർ ഒക്കെ സ്റ്റോറീസ് ആണ്. അപ്പൊ സ്റ്റോറീസിന്റെ കൺസെപ്റ്റുകളൊക്കെ ഓൾറെഡി വായിക്കുന്നവർക്ക് അറിയാനേ ഉള്ളൂ. അപ്പൊ അത് ക്ലാസ്സസ് എടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സജഷൻസ് വേണ്ടത്? സ്റ്റോറീസ് പറഞ്ഞു പോകണം, നിങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ടൈം തരണോ? ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഉണ്ടോ? അതിങ്ങനെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ് ചെറിയ കുട്ടികളെ പോലെ നമ്മളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെയൊക്കെ സജഷൻസ് പറയണം. പേഴ്സണലി അയച്ചോളൂ, അല്ലെങ്കിൽ ക്ലാസ്സിൽ പറയാൻ പറ്റുന്നവർ പറഞ്ഞോളൂ. എനിവേ എടുത്ത ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? നെറ്റിന്റെ പ്രോബ്ലം കാരണം എല്ലാവർക്കും അധിക സമയം നെറ്റിൽ ഇരിക്കാൻ പറ്റില്ല. എനിവേ താങ്ക് യു. വേറെ എന്തെങ്കിലും സജഷൻസ്, കമന്റ്സ്, കംപ്ലൈന്റ്സ്, പരാതികൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ. ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. നിങ്ങളെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കണം അല്ലേ? വേറെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? എന്തെങ്കിലും അടുത്ത ബുക്സിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ ആർക്കെങ്കിലും? അതൊന്നും പറയാനില്ലെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. റെക്കോർഡഡ് ക്ലാസ് എന്തായാലും ഉണ്ടാവില്ലേ മാം? ഏതാണ് റെക്കോർഡ് ക്ലാസ്സിലെ? മാക്സിമം എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇടയിൽ ലിറ്റററി തിയറിയുടെ ഫസ്റ്റും സെക്കൻഡും ക്ലാസ് കിട്ടി.
തേർഡും ഫോർത്തും ഒക്കെ ആ. റെക്കോർഡ് ചെയ്യാൻ മിസ് ആയിട്ടുണ്ട്. അപ്പൊ കിട്ടിയ ക്ലാസ്സുകളൊക്കെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. ഒന്ന് രണ്ട് okay. ക്ലാസ്സുകൾ ഇടയിൽ മിസ് ആയിട്ടുണ്ടാവും, ബാക്കിയുള്ളതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും സജഷൻസ്? ഇല്ല. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ താങ്ക് യു മാം.